السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, സ്ത്രീ സുരക്ഷ ഇസ്ലാമിന് പറയാനുള്ളത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഈ ചർച്ച തുറന്ന സംവാദം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ നിരന്തരമായി ഞാനും നിങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പോലെയുള്ള ഒരു മതം എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നതെന്നും എന്താണ് ഇതിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നതെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന്റെ പരിഹാരങ്ങളായി നിർദ്ദേശിക്കുന്നത് എന്നുമുള്ള കാര്യങ്ങളാണ് ഈ വിഷയാവതരണത്തിന്റെ ഭാഗമായി പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്ത് മനുഷ്യത്വമുള്ള ഏതൊരാളെയും വലിയ തോതിൽ വേദനിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ദുരന്തം, ഒരു പെൺകുട്ടി ഉപദ്രവിക്കപ്പെടുകയും മാനഭംഗപ്പെടുത്തപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരായ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം വാർത്താമാധ്യമങ്ങളിലൂടെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസക്കാലമൊക്കെ ആ വിവാദവുമായി ബന്ധപ്പെട്ട വാദകോലാഹലങ്ങൾ നിലനിൽക്കുകയും അത് കഴിയുമ്പോൾ അത് കെട്ടടങ്ങുകയും ചെയ്യുകയാണ് സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിലെ പതിവ്. അതാണ്
അതുതന്നെയാണ് നിലവിലുള്ള ഈ വിഷയത്തിനും ഇനി സംഭവിക്കാനുള്ളത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പ്രശ്നമുണ്ടായപ്പോൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ച ആളുകൾ, ഇത്തരം ഒരു വിവാദമുണ്ടായ സന്ദർഭത്തിൽ അതിൽ പങ്കാളികളായിക്കൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തവർ നമ്മുടെ നാട്ടിലെ വളരെ ഉന്നതരായ, വിവരവും വിജ്ഞാനവുമുള്ള, അറിവുള്ള, നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള, സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽപ്പെട്ട ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു പല മാധ്യമങ്ങളിലും. പക്ഷെ ആ ചർച്ചകളെല്ലാം നിരീക്ഷിച്ചപ്പോൾ നാം തിരിച്ചറിഞ്ഞ വേദനാജനകമായ ഒരു യാഥാർത്ഥ്യം, സ്ത്രീകൾക്കെതിരായ കയ്യേറ്റങ്ങളും കടന്നാക്രമണങ്ങളും ഇടതടവില്ലാതെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയും അതിന് ക്രിയാത്മകമായ, അതല്ലെങ്കിൽ ഫലപ്രദമായ, പ്രായോഗികമായ എന്തെങ്കിലും പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും ചൂണ്ടിക്കാണിക്കാൻ വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും അശക്തരായി തീരുകയും ചെയ്യുന്ന, പരിഹാരം എന്താണ് എന്ന് ചോദിക്കുന്നിടത്ത് നിശബ്ദമായി പോകുന്ന, എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ അപ്രായോഗികമായ, ബാലിശമായ കാര്യങ്ങളായി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിഹാര നിർദ്ദേശങ്ങളും ചർച്ചകളും എല്ലാം എത്തിപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇസ്ലാമികമായ ഈ രംഗത്തുള്ള മാർഗനിർദ്ദേശങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. പലപ്പോഴും പെൺകുട്ടികൾ, അതല്ലെങ്കിൽ സ്ത്രീകൾ, അവർക്ക് സുരക്ഷയുണ്ടാകണമെങ്കിൽ അവർ കരാട്ട പഠിക്കണമെന്നും കളരി അഭ്യസിക്കണം എന്നുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, അതുണ്ടെങ്കിൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി ജീവിക്കാനാകൂ എന്ന രീതിയിൽ സമൂഹത്തിന് മെസ്സേജ് നൽകുന്ന, കായികമായും സായുധമായും നേരിട്ടാലല്ലാതെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ഈ നാട്ടിലൊരു പെണ്ണിന് സാധ്യമല്ല എന്ന് സമ്മതിച്ചു കൊടുക്കുന്ന, നിയമം കയ്യിലെടുക്കണം എന്ന് പെണ്ണിനോട് പരസ്യമായി ആവശ്യപ്പെടുന്ന ഒരു രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സ്ത്രീകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾ, കടന്നാക്രമണങ്ങൾ, അതിന്റെ കാരണങ്ങൾ എന്താണ്? വർത്തമാനകാല സമൂഹത്തിൽ പ്രായോഗികമായി മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാവുന്ന പരിഹാര മാർഗനിർദ്ദേശങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ 3 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം ഈ വിഷയത്തെ നമ്മുടെ മുമ്പിൽ, അതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളെ നമ്മുടെ മുമ്പിൽ ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയല്ലാത്ത, തന്റെ കൂടെ തന്റെ സമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരു സ്ത്രീയും ലൈംഗികമായ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആസ്വാദനങ്ങൾ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, സാമൂഹ്യ മനഃശാസ്ത്രമനുസരിച്ച്, നമ്മുടെ നാടിന്റെ സാമൂഹ്യ മനസ്ഥിതി അനുസരിച്ച് കായികമായി ഒരു സ്ത്രീയെ ഉപദ്രവിക്കുമ്പോൾ മാത്രമാണ് സ്ത്രീപീഡനമെന്ന്, അതല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ കയ്യേറ്റങ്ങളെന്ന്, അതിക്രമങ്ങൾ എന്ന രീതിയിൽ അത് വലിയൊരു ചർച്ചയായി തീരാറുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ സമൂഹത്തിലെ മറ്റേതൊരാളെയും പോലെ അംഗീകരിക്കപ്പെടേണ്ടവളും ആദരിക്കപ്പെടേണ്ടവളുമാണ്. മനുഷ്യ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു അംഗീകാരവും ആദരവും കിട്ടാൻ
സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്, സമൂഹത്തിന് എന്താണ് ഉണ്ടാകേണ്ടത് എന്നതാണ് ഇസ്ലാം ഈ രംഗത്ത് ആദ്യമായി പഠിപ്പിക്കുന്ന മാർഗദർശനം. അതാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ മാന്യതയോടുകൂടെ ജീവിക്കുന്ന ഒരു പെണ്ണ്, മര്യാദയോടുകൂടെ ജീവിക്കുന്ന ഒരു പെണ്ണ്, ധാർമ്മികതയോടുകൂടെ, നല്ല സ്വഭാവങ്ങളോടുകൂടെ, നല്ല സംസ്കാരങ്ങളോടുകൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീ. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയെ പറ്റി പറയുന്നത് കൻസ് എന്നാണ്, നിധി എന്നാണ് അതിന്റെ അർത്ഥം. സദ്വൃത്തയായ, നല്ലവളായ, നല്ല സംസ്കാരവും സ്വഭാവമുള്ള ഒരു സ്ത്രീ, അവൾ നിധിയാണ് എന്ന് പഠിപ്പിക്കുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഒരു സ്ത്രീയോട് സമൂഹത്തിനുണ്ടാകാൻ തീർച്ചയായും ബോധവൽക്കരണങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ പറയാറുള്ളത്. മദ്യപിച്ചാൽ അർബുദം ബാധിക്കും എന്ന് ബോധവൽക്കരിക്കുന്നത് പോലെ, കള്ളു കുടിച്ചാൽ ക്യാൻസർ ഉണ്ടാകും എന്ന് ബോധവൽക്കരിക്കുന്നത് പോലെ, സ്ത്രീ അമ്മയാണ്, ഏത് പെണ്ണാണെങ്കിലും അവനവന്റെ സഹോദരിയെ പോലെ കാണണം എന്നൊക്കെയുള്ള കേവലമായ ബോധവൽക്കരണങ്ങളെ കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കാറുള്ളത്. ഇസ്ലാം ലൈംഗികമായ തന്റെ താല്പര്യങ്ങളും തന്റെ ഇഷ്ടങ്ങളും തന്റെ ആഗ്രഹങ്ങളും ശരീരത്തിലെ ഏത് അവയവങ്ങളെ കൊണ്ടാണെങ്കിലും അത് തന്റെ അംഗീകരിക്കപ്പെട്ട ഇണയോട് മാത്രം നിർവഹിക്കുന്ന, അങ്ങനെ മാത്രമേ ഞാൻ നിർവഹിക്കാവൂ എന്ന് തീരുമാനമെടുക്കുന്ന, അങ്ങനെ തീരുമാനമെടുക്കാൻ മാനസികമായി ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്ന മാനസികമായ ഒരു ബോധ സംസ്കരണത്തെക്കുറിച്ചാണ് ഇസ്ലാം ലോകത്തോട് സംസാരിക്കുന്നത്. കേവലമായ ബോധവൽക്കരണവും മാനസികമായ ബോധ സംസ്കരണവും എന്ന് അതിനെ രണ്ടിനെയും നാം വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് ബോധവൽക്കരണമാണ്. പക്ഷെ ഏത് വിഷയത്തിലായിരുന്നാലും സമൂഹത്തിൽ കേവല ബോധവൽക്കരണങ്ങൾക്കുള്ള അനുകൂലമായ പ്രതികരണങ്ങൾ എത്രത്തോളമാണ് എന്നത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. തന്റേതല്ലാത്ത, തന്റെ ഇണയല്ലാത്ത ഒരാണിനോട്, ഒരു പെണ്ണിനോട് ലൈംഗികമായ ഏതെങ്കിലും തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായാൽ, ഒരുപക്ഷെ ലോകത്ത് തങ്ങൾ രണ്ടാളുമല്ലാതെ ലോകത്ത് മറ്റൊരാളും അറിഞ്ഞില്ലെങ്കിൽ പോലും ഭരണകൂടത്തിന്റെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പരസ്യമായി തുറന്നു പറയുന്ന, ഞാൻ ചെയ്ത തെറ്റിന് ഇസ്ലാമികമായ ശിക്ഷ എന്താണെങ്കിൽ അതെനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ആ രൂപത്തിലുള്ള ഒരു ബോധ സംസ്കരണത്തെക്കുറിച്ചാണ് ഇസ്ലാം ഈ രംഗത്ത് ലോകത്തോട് സംസാരിക്കുന്നത്. ഞാൻ ലൈംഗികമായി ആസ്വദിക്കുന്നുവെങ്കിൽ അതെന്റെ ഭാര്യ മാത്രമാണ്. ഞാൻ ലൈംഗികമായി ആസ്വദിക്കുന്നുവെങ്കിൽ അതെന്റെ ഭർത്താവിന് മാത്രമാണ്. അതിനപ്പുറത്തുള്ള ബന്ധങ്ങൾ അത് കൈകളെ കൊണ്ടായാലും, കണ്ണുകൊണ്ടായാലും, കാതുകൊണ്ടായാലും, നാവുകൊണ്ടായാലും എനിക്ക് നിഷിദ്ധമാണ്. അത്തരത്തിലുള്ള ഒരു ലൈംഗിക ആസ്വാദന രീതികളിലേക്ക് ഞാൻ പോകുന്നത് മാനവിക വിരുദ്ധമാണ്, അത് മതവിരുദ്ധമാണ്, ദൈവകൽപ്പനകൾക്കെതിരാണ്. ഞാൻ അങ്ങനെ ചെയ്താൽ, എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാൽ, മരണാനന്തരമുള്ള ലോകത്ത് ഞാൻ ചെയ്ത തെറ്റിന്, ഞാൻ ചെയ്ത പാപത്തിന് വലിയ തോതിലുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന ബോധ സംസ്കരണം, അതാണ് ഈ രംഗത്ത് ഒന്നാമതായി ഇസ്ലാം മനുഷ്യനോട് സംസാരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ അവനവന്റെ ഇഷ്ടങ്ങളും അവനവന്റെ ഇച്ഛകളും അവനവന്റെ ആഗ്രഹങ്ങളും ഒരു ഭാഗത്തുണ്ട്. ആ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ, തന്റേതായ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കെ, തനിക്ക് തന്റേതായ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കെ, ആ രംഗങ്ങളിലെല്ലാം എന്നെ സൃഷ്ടിച്ച രക്ഷിതാവ് എന്താണ് എന്നോട് പറഞ്ഞത്, അവിടെ ഞാൻ എങ്ങനെ ആയിരിക്കണമെന്നാണ് എന്റെ രക്ഷിതാവ് കൽപ്പിച്ചത്, ഞാൻ അവിടെ എന്തെല്ലാം പാടില്ലെന്നാണ് എന്റെ രക്ഷിതാവ് എന്നോട് ആവശ്യപ്പെട്ടത് എന്ന് പരിഗണിക്കുന്ന, അത് പരിശോധിക്കുന്ന, അതിനനുസരിച്ച് തന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന
രക്ഷിതാവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാണെങ്കിൽ തന്റെ ഇഷ്ടങ്ങൾക്കും തന്റെ ആഗ്രഹങ്ങൾക്കും തന്റെ താല്പര്യങ്ങൾക്കും തന്റെ ജീവിതത്തിൽ സ്ഥാനം ഒന്നുമില്ല എന്ന് കൃത്യമായ നിലപാടെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരാൻ, അതിന് ഇസ്ലാം മനുഷ്യനോട് പറയും രക്ഷിതാവിനെ കുറിച്ച് ബോധം വേണമെന്ന്. തനിക്ക് തന്റെ ശരീരവും ശരീരത്തിന്റെ ആവശ്യങ്ങളും അത് നിർവഹിക്കാനുള്ള ആരോഗ്യവും അവസ്ഥയും സാഹചര്യങ്ങളും എല്ലാം തന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, ആ രക്ഷിതാവിനെ കുറിച്ചുള്ള അറിവ് നൽകിക്കൊണ്ടാണ്, ബോധ്യം നൽകിക്കൊണ്ടാണ്, വിശ്വാസം മനുഷ്യന്റെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടാണ് എല്ലാ സംസ്കരണങ്ങൾക്കും ഇസ്ലാം തുടക്കം കുറിക്കുന്നത്. ആ രക്ഷിതാവിനെ കുറിച്ചുള്ള ബോധം ഇല്ലാതെയായാൽ, അത് നഷ്ടപ്പെട്ടാൽ, അതിനേതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വന്നാൽ അവിടെ നിന്നാണ് അധാർമികതകളെല്ലാം ജന്മമെടുക്കുന്നത് എന്ന് ഇസ്ലാം പറയുന്നു. കേവലമായ നാമധാരികളെ കൊണ്ട്, പേര് അത്തരത്തിലുള്ളത് സ്വീകരിച്ചു എന്നതുകൊണ്ട്, അത്തരമൊരു ജനവിഭാഗത്തിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു എന്നതുകൊണ്ട് മനുഷ്യർ സംസ്കരിക്കപ്പെടും എന്ന് ഇസ്ലാമിന് അഭിപ്രായമില്ല. സ്വകാര്യതകളിൽ ഉള്ളിന്റെ ഉള്ളിൽ മാലോകരാരും അറിയാത്ത ഇരുട്ടുറൂമിനകത്ത് താനിരിക്കുമ്പോഴും തന്റെ ഇളക്കങ്ങളെയും അനക്കങ്ങളെയും ചലനങ്ങളെയും കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ പോലും അറിയാൻ കഴിയുന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ കുറിച്ചുള്ള ബോധ്യം മനുഷ്യന്റെ മനസ്സുകൾക്കകത്ത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടാൽ ഭരണകൂടത്തിന്റെ മുമ്പിലേക്ക് അവൻ കടന്നു വരും. തൊഹീർനി, എന്നെ ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മായിസ് എന്താ മദ്യപിച്ചിട്ടുണ്ടോ എന്ന്. മായിസ് റളിയല്ലാഹുവിന്റെ ഉത്തരം, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ മദ്യപിച്ചിട്ടില്ല, ലഹരി ബാധിച്ചിട്ടില്ല എനിക്ക്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മായിസിന്റെ വായൊന്ന് മണത്തു നോക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മായിസ് റളിയല്ലാഹു അൻഹു ആവർത്തിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ലഹരി ബാധിച്ചിട്ടില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല. മായിസിന് മറ്റെന്തെങ്കിലും അഥവാ മാനസികമായ വല്ല വിഭ്രാന്തികളും തകരാറുകളും സംഭവിച്ചോ? എന്റെ മായിസ് ഇങ്ങനെ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മായിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ബോധത്തോടുകൂടെയാണ് സംസാരിക്കുന്നത്, ഞാൻ എന്റെ മനസ്സറിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ, തൊഹീർനി, എന്നെ ശുദ്ധീകരിക്കണം. ഞാൻ എന്റെ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയോട് ലൈംഗികമായ ബന്ധമുണ്ടായി, എന്നെ സംസ്കരിക്കണം പ്രവാചകരെ. സംസ്കരിക്കണം എന്ന് പറഞ്ഞാൽ, എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അവസ്ഥയിൽ മരണപ്പെട്ട് ഞാനൊരു വ്യഭിചാരിയായി ലൈംഗികമായ കുറ്റകൃത്യം ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഞാൻ കടന്നു ചെന്നാൽ വ്യഭിചാരിക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ അത് സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഒരേ സമയം ഒരു മനുഷ്യന്റെ മനസ്സിൽ രണ്ട് ബോധ്യങ്ങൾ ഒരുമിച്ച് ചേരുകയാണ്. ഒന്ന്, തന്നെ സൃഷ്ടിച്ച രക്ഷിതാവ് തന്റെ ജീവിതവും കർമ്മവും സ്വകാര്യങ്ങളും രഹസ്യങ്ങളും അറിയുന്നു എന്ന ബോധ്യം. രണ്ട്, ഞാൻ ഈ ജീവിതം കഴിഞ്ഞ് മരണത്തോടുകൂടെ ആ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുമ്പോ എന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും എന്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ചും അടക്കം കണക്കുകളെല്ലാം രക്ഷിതാവിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയും രക്ഷാശിക്ഷകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്ന കൃത്യമായ തിരിച്ചറിവ്. ഈ രണ്ട് അറിവുകളിൽ നിന്നാണ്, ഈ രണ്ട് ബോധ്യപ്പെടലുകളിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കപ്പെടുക. ഇതുണ്ടായാലേ സംസ്കരിക്കപ്പെടൂ. ഈ മാർഗത്തിലൂടെ അല്ലാതെ, ഈ രീതിയിലല്ലാതെ ലോകത്തിന്നോളമുള്ള മനുഷ്യന്റെ ചരിത്രത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ പോലും സംസ്കരിക്കപ്പെട്ട മനുഷ്യ സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യന്റെ ചരിത്രത്തിൽ ലോകത്തുണ്ടായിട്ടേ ഇല്ല. ഉള്ളിന്റെ ഉള്ളിൽ എത്ര സ്വകാര്യതകളിലും തന്റെ ജീവിതത്തിൽ കുറ്റകൃത്യങ്ങൾ വരാത്ത, തെറ്റുകൾ സംഭവിക്കാത്ത, പാപങ്ങളുടെ വാതിലുകൾ തുറക്കാത്ത സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരവസ്ഥ ലോകത്ത് മനുഷ്യന്റെ ചരിത്രത്തിൽ, ലോകത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായെങ്കിൽ ഈ രണ്ട് വിശ്വാസങ്ങളുടെ ശക്തമായ സ്വാധീനം ലോകത്ത് ആരുടെ മനസ്സിലാണോ, ഏത് സമൂഹത്തിന്റെ മനസ്സിലാണോ, ഏത് നാട്ടിലാണോ ശക്തമായി പഠിപ്പിക്കപ്പെട്ടത്, ശക്തമായി മനസ്സുകളെ സ്വാധീനിച്ചത്, അവിടെ മാത്രമേ ഈ രൂപത്തിൽ സംസ്കരിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് സാമൂഹ്യ തിന്മകളെക്കുറിച്ചും അധാർമികതകളെക്കുറിച്ചും
അസാൻമാർഗിക പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒന്നാമതായി ഇസ്ലാം മനുഷ്യനോട് പറയുക ഈ രണ്ട് വശങ്ങളെ കുറിച്ചാണ്. മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, ആ രക്ഷിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ബാധ്യതപ്പെട്ട മനുഷ്യൻ, ആ ബാധ്യത ലംഘിച്ച് ജീവിതം കഴിഞ്ഞ് മരണപ്പെട്ടു പോയാൽ തന്റെ ജീവിതത്തിൽ വന്ന അപജയങ്ങളെക്കുറിച്ചും തെറ്റുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും പ്രപഞ്ചരക്ഷിതാവിന്റെ മുമ്പിൽ കണക്കവതരിപ്പിക്കേണ്ടുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ പ്രതിഫലം വാങ്ങേണ്ടുന്ന, അനുഭവിക്കേണ്ടുന്ന, രക്ഷയാണെങ്കിൽ രക്ഷയും ശിക്ഷയാണെങ്കിൽ ശിക്ഷയും അത് ആസ്വദിക്കേണ്ടുന്ന മനുഷ്യൻ. ഇത് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യർക്കിടയിലുള്ള സംസ്കരണങ്ങൾ ലോകത്ത് ഇസ്ലാം നിർവഹിച്ചത്. ഇതാണ് ഇന്നും കൃത്യമായി നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്. ഭരണകൂടങ്ങളെ കൊണ്ട്, നീതിപീഠങ്ങളെ കൊണ്ട്, ശിക്ഷാരീതികളെ കൊണ്ട് മാത്രമായി ഒരു സമൂഹം ഒരു കാലഘട്ടത്തിലും സംസ്കരിക്കപ്പെട്ടിട്ടില്ല. നിയമനിർമ്മാണങ്ങളെ കൊണ്ട് മാത്രമായി ഒരു കാലഘട്ടത്തിലും ഒരു സമൂഹവും സംസ്കരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യന് അവന്റെ മനസ്സിന്റെ കടിഞ്ഞാണും നിയന്ത്രണവും കിട്ടാൻ അവനെ പ്രേരിപ്പിക്കുന്ന ശക്തമായ വിശ്വാസം മനുഷ്യർക്ക് പഠിപ്പിക്കപ്പെടണം എന്ന് ഇസ്ലാം ഈ രംഗത്ത് ആവശ്യപ്പെടുന്നത്. രണ്ടാമതായി നമുക്ക് കാണാം, ഈ വിഷയത്തെ ഇസ്ലാം സമീപിക്കുമ്പോൾ വ്യഭിചാരത്തെ പോലെയുള്ള തിന്മകളെ വളരെ ഗൗരവത്തോടു കൂടെ സംസാരിക്കുന്നു ഇസ്ലാം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം നടക്കുന്ന ബന്ധങ്ങളെ സമൂഹം അതിന് മൗനസമ്മതം കൊടുക്കുകയും അതൊരു തെറ്റല്ല എന്ന് വാദിക്കുകയുമാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഉത്തരവാദപ്പെട്ട ആളുകൾ പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും സ്ത്രീകളോടൊപ്പം പിടികൂടപ്പെടുമ്പോൾ സാംസ്കാരിക കേരളം അത് വലിയ വായിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പല ആളുകളെയും പല നേതാക്കന്മാരെയും പല സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളോടൊപ്പം പിടികൂടുമ്പോൾ സാംസ്കാരിക കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ചോദ്യങ്ങളുണ്ട്. പ്രായപൂർത്തിയായ ആണും പെണ്ണും അവർക്ക് പരസ്പരം സമ്മതമാണെങ്കിൽ എന്തുകൊണ്ടൊന്നിച്ച് യാത്ര ചെയ്തുകൂടാ? അവർക്ക് സമ്മതമാണെങ്കിൽ, പരസ്പര സമ്മതത്തോടു കൂടെയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു രാത്രി ഒരുമിച്ച് കഴിച്ചുകൂട്ടിക്കൂടാ? എന്നെല്ലാം വലിയ വലിയ കേന്ദ്രങ്ങളിൽ നിന്ന് ബുദ്ധിപരമായ അനേകം ചോദ്യങ്ങൾ സാംസ്കാരിക കേരളത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് ഉയർന്നു കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരം എന്ന് പറയുന്നത് വലിയ തിന്മയാണ്. വ്യഭിചാരത്തെ പോലെയുള്ള തിന്മകൾ അത് ചെയ്യരുതെന്നല്ല, വലാ തഖ്റബുസ്സിന, വ്യഭിചാരത്തെ പോലെയുള്ള തിന്മകൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണമെന്നാണ്. അതിനോടടുക്കുന്ന, അത് വ്യഭിചാരത്തെ പോലെയുള്ള ഒരു തിന്മ സംഭവിച്ചേക്കാവുന്ന സാധ്യതകളിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്നാണ് വളരെ കൃത്യമായി ഈ രംഗത്ത് ഇസ്ലാം പഠിപ്പിച്ചത്. ഒന്നാമതായി നമുക്ക് കാണാം, വിവാഹത്തെ വളരെ കർശനമായി നാടിനോട്, നമ്മുടെ സമൂഹത്തോട് സംസാരിക്കുന്നു ഇസ്ലാം. വിവാഹവും ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ അനാവശ്യമാണെന്നും മനുഷ്യന്റെ ലൈംഗികമായ സ്വാതന്ത്ര്യങ്ങൾക്ക് മേലുള്ള മതമുണ്ടാക്കിയ അല്ലെങ്കിൽ സമൂഹമുണ്ടാക്കിയ നിയന്ത്രണങ്ങളാണെന്നും സ്വതന്ത്രമായി ജീവിക്കുകയാണ് ആണിനും പെണ്ണിനും വേണ്ടത് എന്നും വാദിക്കുന്ന ആളുകൾ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. കുടുംബം വേണ്ടെന്നും ഭാര്യ ഭർത്താക്കന്മാരാകണ്ടെന്നും പരസ്പരം ലൈംഗികമായി ആസ്വദിക്കണമെങ്കിൽ വിവാഹമെന്ന കരാറിന്റെ ആവശ്യമില്ലെന്നും പരസ്യമായി വാദിക്കുകയും ആ വാദത്തെ സിദ്ധാന്തവൽക്കരിക്കുകയും ആ സിദ്ധാന്തം മലയാളി മനസ്സിനെ മെല്ലെ മെല്ലെ പറഞ്ഞു പഠിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിരന്തരമായി നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്ലാം പറഞ്ഞു, പ്രായമാകുമ്പോ ലൈംഗികത ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സെക്സ് അതൊരാവശ്യമാണ്. അതിന് അംഗീകരിക്കുക മാത്രമല്ല, പുണ്യമായി പഠിപ്പിച്ചു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ഭർത്താവ് തന്റെ ഭാര്യയോട്, തന്റെ ഇണയോട് ലൈംഗികമായ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോ പരലോകത്ത് പ്രപഞ്ച രക്ഷിതാവിന്റെ അടുക്കൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചൊരു മതമാണ് ഇസ്ലാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമോ എന്ന അനുചരന്മാരുടെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യമാണ് സ്വഹാബത്തിനോട് ഉന്നയിച്ചത്, അനുചരന്മാരോട് ചോദിച്ചത്. അനാവശ്യമായ മാർഗത്തിലാണെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടില്ലേ? അവിഹിതമായ മാർഗത്തിലാണെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടില്ലേ? അതുകൊണ്ട് അത് വിഹിതമാണെങ്കിൽ, അനുവദിക്കപ്പെട്ടതാണെങ്കിൽ, അവനവന്റെ ഇണയാണെങ്കിൽ അത് നന്മയാണെന്നും പുണ്യമാണെന്നും അതിന് പ്രതിഫലമുണ്ട് എന്നും പഠിപ്പിച്ചു. വിവാഹത്തെയും വിവാഹത്തിലൂടെയുള്ള ലൈംഗിക ബന്ധങ്ങളെയും അംഗീകരിക്കുക മാത്രമല്ല, അതിനെ നന്മയായി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട്
അതൊരു പുണ്യമായി സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇസ്ലാം എന്നാണ് ആ രംഗത്ത് കാണാൻ കഴിയുക. അതുകൊണ്ട് ലൈംഗികമായ ആവശ്യങ്ങൾക്ക് പ്രായമാകുമ്പോൾ, ലൈംഗികമായ ആവശ്യങ്ങൾക്കുള്ള സമയം ആണിനാകുമ്പോഴും പെണ്ണിനാകുമ്പോഴും അവരെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അവരുടെ ഉത്തരവാദപ്പെട്ടവർക്ക്, അവരുടെ രക്ഷിതാക്കൾക്ക് ബാധ്യതയായി, ഒരു നിയമമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. വിവാഹത്തിലൂടെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഉണ്ടാകണമെന്നും ആ ബന്ധങ്ങളിലൂടെ കുടുംബങ്ങൾ നിലനിൽക്കണമെന്നുമാണ്. ആ രീതിയിലാണ് ഇസ്ലാം ഈ രംഗത്ത് തെറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ അടയ്ക്കുന്നതിനു വേണ്ടി, ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഒന്നാമതായി നിയമം പഠിപ്പിച്ചത്. അതുപോലെ വളരെ ചെറുതെന്ന്, നിസ്സാരമെന്ന് ഞാനും നിങ്ങളും കാണുകയും കരുതുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും വളരെ കൃത്യമായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ രംഗത്ത് ഇസ്ലാം പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ആണിനോടും പെണ്ണിനോടും, സത്യവിശ്വാസികളോടും സത്യവിശ്വാസിനികളോടും 2 ആയത്തുകളിലായി വെവ്വേറെ, പൊതുവായി പറയാതെ 2 ആയത്തുകളിലായി വെവ്വേറെ ഖുർആൻ പറഞ്ഞൊരു കാര്യം, സത്യവിശ്വാസിനികൾ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, സത്യവിശ്വാസികൾ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ. അങ്ങനെ പറയണം. വഖുല്ലിൽ മുഅ്മിനീൻ വഖുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളോട് പറയണം, സത്യവിശ്വാസിനികളോട് പറയണം. എന്ത്? അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തണം, കണ്ണുകൾ അവർ താഴ്ത്തണം. ഇതേ വിഷയം ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളത്തെ ടൗൺ ഹാളിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ രജിത് കുമാർ, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനം അന്ന് പങ്കെടുത്ത ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹം പറഞ്ഞു, കാഴ്ചയിൽ നിന്ന് ഡോക്ടർ രജിത് കുമാർ അദ്ദേഹം പറഞ്ഞു വന്ന്, കാഴ്ചയിൽ നിന്ന് കാമമുണ്ടാകും, കാമം ക്രോധമായി മാറും, ആ ക്രോധം മനുഷ്യന്റെ ബോധത്തെ ഇല്ലാതെയാക്കും. അപ്പോഴാണ് ലൈംഗിക രംഗത്ത് മനുഷ്യർ മൃഗങ്ങളെ പോലെയാകുന്നത്. കാഴ്ചയിൽ നിന്ന് കാമമുണ്ടാകും. പുരുഷന്മാർക്ക് അങ്ങനെയാണ്. ഈ രംഗത്ത്, ലൈംഗിക ശാസ്ത്ര രംഗത്ത് പഠനം നടത്തിയിട്ടുള്ള ആളുകളെല്ലാം അത് സമ്മതിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ണുകളെ താഴ്ത്തണം, ദൃഷ്ടികളെ താഴ്ത്തണം എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. അനാവശ്യമായ ലൈംഗികമായ താല്പര്യത്തോടുകൂടെയുള്ള നോട്ടങ്ങളും കാഴ്ചകളും ആണിന്റെ ഭാഗത്തുനിന്നും പെണ്ണിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൂടാ എന്ന് പറയുന്നു ഇസ്ലാം. ആണ് പെണ്ണിനെ കാണുന്നിടത്തും പെണ്ണാണിനെ കാണുന്നിടത്തും വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹു കയറി വരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും കയറി വരുമ്പോ എന്റെ ഓർമ്മ സഫിയ റളിയല്ലാഹു അൻഹ എന്നാണ്. സഫിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഉമ്മ, അവിടുത്തെ ഭാര്യ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഫിയ റളിയല്ലാഹു അൻഹ നിൽക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും കയറി വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയോട് അകത്തേക്ക് പോകാൻ പറയുന്നു. സഫിയ റളിയല്ലാഹു അൻഹ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു സാധാരണ മനുഷ്യബുദ്ധിയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം. അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹം അന്ധനല്ലേ, എന്നെ കാണുന്നില്ലല്ലോ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായി പറഞ്ഞത്, നിങ്ങൾ അവരെ കാണുന്നുവെന്നാണ്, അദ്ദേഹത്തെ കാണുന്നുവെന്നാണ്. ഇവിടെ അനാവശ്യമായ നോട്ടങ്ങളും കാഴ്ചകളും ആവശ്യമില്ലെങ്കിൽ ആണായാലും പെണ്ണായാലും പരസ്പരം അതാവശ്യമില്ലെന്ന് തന്നെയാണ്. ഇനി അതിനെത്ര അപരിഷ്കൃതമെന്ന് പറഞ്ഞാലും, അതിനെത്ര പഴഞ്ചനെന്ന് പറഞ്ഞാലും, എത്ര പിന്തിരിപ്പനെന്ന് പറഞ്ഞാലും, ഇസ്ലാം ഒരു നിയമമായി മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. കാഴ്ച തീർച്ചയായും വിശിഷ്യ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ അത് അനേക തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും കാഴ്ചയെപ്പറ്റി, മനുഷ്യന്റെ നോട്ടത്തെപ്പറ്റി, മനുഷ്യന്റെ ദൃഷ്ടിയെപ്പറ്റി, അത് താഴ്ത്തേണ്ടതിനെ പറ്റി ഇസ്ലാം പറയുന്നത് ലൈംഗിക രംഗത്ത് സൂക്ഷ്മത പാലിക്കപ്പെടുന്നതിനു വേണ്ടി തന്നെയാണ്. ആ കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഗൗരവത്തോടുകൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധമായിട്ടാണ് വേഷവും വസ്ത്രവിധാനവും ഒക്കെ കടന്നു വരുന്നത്. പക്ഷെ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആളുകൾക്ക് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നതൊരു ഹരമാണ്. ആളുകൾക്ക് ഇസ്ലാമിക നിയമങ്ങളെ തെരുവിൽ ചോദ്യം ചെയ്യുന്നത് വലിയ ആവേശമാണ്. പലപ്പോഴും ഇസ്ലാമിക മുസ്ലിം നാമധാരികളായ ആളുകൾ ഏതെങ്കിലും അവസരങ്ങൾ കിട്ടുമ്പോ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ മുന്നിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിക നിയമങ്ങളെ
ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ഇകഴ്ത്തുകയും അപഹസിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഡൽഹിയിലെ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടപ്പോ സ്ത്രീ പീഡനം വലിയ വിഷയമായി കേരളമടക്കം ഇന്ത്യ രാജ്യത്ത് എല്ലാം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പത്രത്തിലൊരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീ പീഡനത്തിന് പർദ്ദ പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ തീർച്ചയായും ഏതെങ്കിലും ഒരു അവസരം കിട്ടുന്ന അവസരത്തിൽ ഇസ്ലാമിനെ ആക്ഷേപിക്കണമെന്ന്, ഇസ്ലാമിനെ ചീത്ത പറയണമെന്ന്, ഇസ്ലാമിനെ ചീത്ത പറഞ്ഞാൽ തനിക്ക് വലിയ കോളങ്ങൾ കാര്യപ്പെട്ട പേജിൽ ലഭ്യമാകും എന്ന് തിരിച്ചറിവുള്ള ആളുകളാണ് കിട്ടുന്ന അവസരങ്ങളിൽ ഈ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കാറുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പർദ്ദ സ്ത്രീയെ പറ്റി പറഞ്ഞപ്പോ ഒരു സമൂഹത്തിന്റെ ധാർമ്മികമായ ലൈംഗിക രംഗത്തുള്ള ധാർമ്മികമായ നിലനിൽപ്പാണ് അടിസ്ഥാനപരമായി ആ രംഗത്ത് ഇസ്ലാം പഠിപ്പിച്ചത്. നമുക്ക് ആ നിയമത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ, ആ നിർദ്ദേശത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി കാണാനും മനസ്സിലാക്കാനും പറ്റും. അർദ്ധ നഗ്നനായി ഒരു പുരുഷൻ സ്ത്രീകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ അതവരിൽ ലൈംഗികമായ ഉത്തേജനങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഒരു പുരുഷ ശരീരത്തിന്റെ സൗന്ദര്യത്തെ സ്ത്രീകൾ നോക്കിയേക്കാം, കണ്ടേക്കാം, ആസ്വദിച്ചേക്കാം. അതല്ല ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഒരു പുരുഷന്റെ ശരീരത്തെ അർദ്ധനഗ്നനായി സ്ത്രീകളുടെ മുമ്പിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടാൽ സ്ത്രീകൾ ആ ശരീരത്തെ ലൈംഗികമായി ആസ്വദിക്കാറില്ല. അതല്ലെങ്കിൽ ഒരു പുരുഷ ശരീരത്തെ കാണുന്നതിലൂടെ സ്ത്രീയുടെ ശരീരത്തിൽ ലൈംഗികമായ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉത്തേജനങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും വ്യത്യസ്തമാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തെ കാണുമ്പോൾ, ലൈംഗികമായ അവയവങ്ങളെ വിശേഷിച്ചും കാണുമ്പോൾ ലൈംഗികമായി ആസ്വദിക്കുകയും പുരുഷ ശരീരത്തിൽ ഉത്തേജനങ്ങൾ ഉണ്ടാവുകയും ലൈംഗിക ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുകയും ലിംഗോദ്ധാരണം വരെ നടക്കുകയും ചെയ്യുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, വാസ്തവമാണ്. ഇസ്ലാം ഈ രംഗത്ത് കൃത്യമായി പഠിപ്പിച്ച നിയമം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തെ ലൈംഗികമായി സെക്ഷുവലായി ആസ്വദിക്കേണ്ടത് അവളുടെ ഭർത്താവ് മാത്രമാണ്. അയാൾക്കാണ് അതിന് അനുവാദമുള്ളത്, അയാൾക്കാണ് അതിന് അധികാരമുള്ളത്, അയാൾക്കാണ് അതിന് അവകാശമുള്ളത്. അത് കണ്ണുകൊണ്ട് കണ്ടായാലും കൈകളെ കൊണ്ട് സ്പർശിച്ചായാലും ഒരു പെൺ ശരീരത്തെ ലൈംഗികമായി, ഒരു പെണ്ണുടലിനെ ലൈംഗികമായി ആസ്വദിക്കാനുള്ള അവകാശവും അധികാരവും അനുവാദവും അവളുടെ ഭർത്താവിന് മാത്രമാണ് എന്നാണ് ഈ രംഗത്തുള്ള ഇസ്ലാമികമായ നിയമം. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പുരുഷൻ ലൈംഗികമായി ആസ്വദിച്ചേക്കാവുന്ന രീതിയിൽ ഒരു പെണ്ണായിക്കൂടാ, അവളുടെ ശരീരത്തെ അവൾ പ്രകടിപ്പിച്ചുകൂടാ എന്ന് നിയമം പഠിപ്പിക്കുന്നിടത്താണ് സ്ത്രീ ശരീരത്തെ മൂടുന്ന മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങളെ നിർബന്ധമായി മറക്കുന്ന വേഷവിധാനത്തെക്കുറിച്ച് മനുഷ്യ സമൂഹത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. തീർച്ചയായും അവിടെ ഈ വിഷയത്തിലുള്ള ഇത്തരത്തിലുള്ള വലിയൊരു താല്പര്യം, അല്ലെങ്കിൽ ഈ രംഗത്തുള്ള ഇസ്ലാമിന്റെ വലിയ കാഴ്ചപ്പാട് അത് ചർച്ചയാക്കാതെ അത് അറിഞ്ഞോ അറിയാതെയോ ആ രംഗത്തേക്ക് സംസാരങ്ങൾ കടന്നു വരാതെ കേവലമായി യുക്തി വെച്ചുകൊണ്ട് ഇസ്ലാമികമായ അത്തരത്തിലുള്ള നിയമങ്ങളെ ചോദ്യം ചെയ്യാനാണ് ആളുകൾ സന്നദ്ധമാകാറുള്ളത്. ഉപദ്രവിക്കുന്നത് പുരുഷനാണ്, നോക്കുന്നത് പുരുഷനാണ്, ആസ്വദിക്കുന്നത് പുരുഷനാണ്. ഇസ്ലാം പുരുഷാധിപത്യ മതമായതുകൊണ്ട് ആക്രമിക്കുന്ന പുരുഷനെതിരെയല്ല ഇസ്ലാമിക നിയമങ്ങൾ ഉള്ളത്. ഇസ്ലാമിക നിയമങ്ങൾ പുരുഷാധിപത്യ മതമായതുകൊണ്ട് പെണ്ണിനെതിരാണ്. അതുകൊണ്ടാണ് പർദ്ദ എന്ന രീതിയിലാണ്. ഇതേ യുക്തി വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണാൻ ഇത്തരം ആളുകൾ തയ്യാറാകുമോ? ഇതേ യുക്തി വെച്ചുകൊണ്ട് ഇസ്ലാമിക വീക്ഷണപ്രകാരം ഞാൻ പറഞ്ഞു, സ്ത്രീ എന്ന് പറയുന്നത് സമ്പാദ്യമാണ്, കെൻസാണ്. അത് അവളുടെ പുരുഷന് മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റൊരാൾ കണ്ണുകൊണ്ടുപോലും അതിനെ അപഹരിച്ചെടുത്തുകൂടാ എന്ന് നിയമം പഠിപ്പിച്ച് അതിനാവശ്യമായ വേഷവിധാനങ്ങൾ പഠിപ്പിക്കുന്നു ഇസ്ലാം. അതിനെയാണ് നിയമം വേണ്ടത്, ഉപദ്രവിക്കപ്പെടുന്നവൾക്കല്ല, ഉപദ്രവിക്കുന്നവനാണ് എന്ന സിദ്ധാന്തം പറയുന്നത് ചില ആളുകൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമ്പത്ത് അത് നമുക്ക് തുറന്നു വെക്കാം. ലക്ഷങ്ങളായാലും സ്വർണമായാലും വീട്ടിന്റെ മുമ്പിൽ വാതിൽപ്പടിക്കൽ തുറന്നു വെക്കണം. എന്നിട്ട് നമ്മൾ നിയമകൂടങ്ങളോട് പറയണം, ഭരണകൂടങ്ങളോട് പറയണം, നീതിപീഠങ്ങളോട് പറയണം, ഞാൻ എന്റെ സമ്പാദ്യത്തെ തുറന്നു വെക്കും.
കള്ളന്മാർക്കെതിരെയാണ് നിയമം ഉണ്ടാകേണ്ടത്, അവർക്കാണ് കയ്യാമം വെക്കേണ്ടത്, അവരെയാണ് ഭരണകൂടം നിയന്ത്രിക്കേണ്ടത്, എന്റെ സ്വത്ത് ഞാൻ പരസ്യമായി തുറന്നു വെക്കും എന്ന് പറയാൻ ഇതേ യുക്തി തന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കാൻ ഇത്തരം ആളുകൾ ആരും സന്നദ്ധമാകാറില്ല. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് തീർച്ചയായും സാഹചര്യങ്ങൾ തെറ്റിലേക്ക് മനുഷ്യനെ നയിക്കുന്ന, വിശിഷ്യ ലൈംഗിക രംഗത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള, അതിന് ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ വാതിലുകളെയും കവാടങ്ങളെയും ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ കാണുകയും കൊട്ടിയടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇസ്ലാമിക നിയമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. അതൊരു സ്ത്രീയുടെ യാത്രയെപ്പറ്റി പറയുമ്പോഴും, ഒരു പുരുഷന്റെ വേഷവിധാനത്തെ പറ്റി പറയുമ്പോഴും, സ്ത്രീയുടെ വേഷവിധാനത്തെ പറ്റി പറയുമ്പോഴും, ഒരു മനുഷ്യന്റെ കണ്ണിന്റെ നോട്ടത്തെക്കുറിച്ചും കാഴ്ചയെപ്പറ്റി പറയുന്നിടത്തും, ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും പറയുന്നിടത്ത് ലൈംഗിക ജീവിതത്തിൽ മനുഷ്യർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള വാതിലുകളെല്ലാം കൊട്ടിയടച്ചുകൊണ്ട് ഇസ്ലാം അതിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാണ് സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കണം, തെറ്റിന് പ്രേരിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് ഇസ്ലാം പറഞ്ഞു എന്ന് ഞാൻ രണ്ടാമതായി സൂചിപ്പിച്ചത്. മൂന്നാമത്തത്, മനുഷ്യർ കൃത്യമായി ബോധ സംസ്കരണത്തിന് വിധേയമാക്കപ്പെട്ടാലും, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെട്ടാലും, കുറ്റവാളികളായ ആളുകൾ ഏതൊരു സമൂഹത്തിലും ഉണ്ടാകാം, കുറ്റവാസനയുള്ള ആളുകൾ ഏതൊരു സമൂഹത്തിലും ഉണ്ടാകാം. ബോധപൂർവം തെറ്റ് ചെയ്യുന്ന ആളുകൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടാകാം. അത്തരം ആളുകൾ ഒരു സമൂഹത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ അവർ ബോധവൽക്കരിക്കപ്പെട്ടും അവരെ സംസ്കരിക്കാനുള്ള അധ്യാപനങ്ങൾ അവർക്ക് നൽകിയിട്ടും തെറ്റ് ചെയ്യാനുള്ള സാധ്യതകളെയും സാഹചര്യങ്ങളെയും ഒക്കെ കുട്ടിയടച്ചിട്ടും വീണ്ടും ഒരാൾ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ, കുറ്റവാളിയാകുന്നുവെങ്കിൽ, ലൈംഗിക രംഗത്താണ് അത് ചെയ്യുന്നതെങ്കിൽ ഇസ്ലാമിക വീക്ഷണപ്രകാരം ആ മനുഷ്യനെ വേദനിപ്പിക്കുക എന്നതിലുപരിയായി ഇസ്ലാമിക ശിക്ഷാ നിയമം തീർച്ചയായും അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം സമൂഹത്തിൽ ഇല്ലാതാകുമാറ് മാതൃകാപരമായി ആളുകളുടെ മുമ്പിൽ വെച്ച് അയാളെ ശിക്ഷിക്കണമെന്നാണ്. അത് 80 അടിയടിച്ചാണെങ്കിലും കല്ലെറിഞ്ഞാണെങ്കിലും ശിക്ഷ, കഠിനമായ ശിക്ഷ വ്യഭിചാരികൾക്ക് നൽകണമെന്നാണ് ഈ രംഗത്ത് ഇസ്ലാം പറയുന്നത്. അവിടെ മാരകമായ, കഠിനമായ, കടുത്ത ശിക്ഷ വ്യഭിചാരിക്ക് ഇസ്ലാം പറഞ്ഞു എന്ന കാരണം പറഞ്ഞുകൊണ്ട് കാലങ്ങളോളമായി ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങളെ ആക്ഷേപിച്ചവർ, അപരിഷ്കൃതമെന്ന് പറഞ്ഞവർ, 6-ാം നൂറ്റാണ്ടിന്റെ മനോഭാവം എന്ന് പറഞ്ഞവർ, അങ്ങനെയെല്ലാം ഇസ്ലാമിന് അതിന്റെ പേരിൽ താറടിച്ചവരും അപഹസിച്ചവരും ആക്ഷേപിച്ചവരും. ഡൽഹി പെൺകുട്ടിയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലുണ്ടായപ്പോൾ എന്തെല്ലാം ചർച്ചകളാണ് വന്നത്, ഏതെല്ലാം തരത്തിലുള്ള ശിക്ഷാരീതികളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. ചില ആളുകൾ ഷണ്ഡീകരിക്കണമെന്ന് പറയും, ചില ആളുകൾ ക്രൂരമായി ഇഞ്ചിഞ്ചായി വെട്ടിനുറുക്കി കൊല്ലണം എന്ന് അഭിപ്രായപ്പെടുന്നു. വേറെ ചില ആളുകൾ അവർക്ക് ശിക്ഷകൾ വിധിക്കുമ്പോ അവർ ഒരിക്കലും പുറം ലോകം കാണാത്ത വിധം കാരാഗൃഹങ്ങളിൽ അടക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെടുന്നു. പല ജാതി അഭിപ്രായങ്ങളാണ്. ഷൊർണൂരിൽ സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. ആ പെൺകുട്ടിയുടെ സഹോദരൻ ചാനലുകളുടെ മുമ്പിൽ വന്നു, വികാരഭരിതനായി മലയാളികളുടെ മുമ്പിൽ അയാൾ പൊട്ടിത്തെറിച്ചു. ആ ചെറുപ്പക്കാരൻ എന്തേ അദ്ദേഹം പറഞ്ഞത്? ഒരായുധം കൊണ്ട് ഒരു തവണ വെട്ടിക്കൊല്ലാനല്ല, ആ പ്രതിയെ നിയമം അനുവദിക്കുന്നുവെങ്കിൽ, കോടതി സമ്മതിച്ചാൽ, പോലീസുകാർ എനിക്ക് വിട്ടുതന്നാൽ ഒരായുധം കൊണ്ട് 1000 തവണ അവനെ വെട്ടിക്കൊല്ലണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. അത് കുറ്റവാളി ചെയ്ത കുറ്റം കൊണ്ട് വേദന അനുഭവിക്കുന്ന ഒരുത്തന്റെ മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ്, എന്നാൽ പക്വമായ തീരുമാനമാണ് വ്യഭിചാരികൾക്ക്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക്, അത് തെറ്റ് ചെയ്ത ആളുകൾക്ക് ശിക്ഷ പറയുമ്പോൾ ആ രംഗത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ശിക്ഷാവിധികളുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എന്നും ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, എറണാകുളത്ത് സാൽവേഷൻ നടന്നപ്പോ അവിടേക്ക് കയറി വന്ന മധ്യവയസ്കയായ ഒരു സ്ത്രീ, അവരിങ്ങനെ വികാരബലിതയായി തന്നോട് സംസാരിക്കുന്ന കൗൺസിലർമാരോടൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വളരെ വികാരബലിതയായി സംസാരിക്കുന്നു. ഇതെന്താണ്? വെള്ളരിക്ക പട്ടണമാണോ?
കട്ടവന്റെ കൈവെട്ടണമെന്നും വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലണമെന്നൊക്കെ പറയുന്ന ഒരു ഇസ്ലാമിനെ പറ്റിയാണോ നിങ്ങൾ ഈ പരിഷ്കൃത കാലത്ത് മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വികാരഭരിതയായി പൊട്ടിത്തെറിച്ച് ഒരു സ്ത്രീ നമ്മുടെ കൗൺസിലിംഗ് റൂമിൽ. അവരോട് നമ്മുടെ കൗൺസിലർമാർ സംസാരിക്കുമ്പോൾ എത്ര സംസാരിച്ചാലും ഈ ഒരു ഭാഗം അവർക്ക് ബോധ്യപ്പെടുന്നില്ല. നമ്മുടെ ഒരു കൗൺസിലർ അവരോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾക്കൊരു മകളാണുള്ളത്. ചെറുപ്പം മുതൽ നിങ്ങൾ ആ കുട്ടിയെ വളരെ സ്നേഹവാത്സല്യങ്ങളോടെ പോറ്റി വളർത്തി വലുതാക്കി. അവൾ വലിയൊരു പെണ്ണായി, വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള സമയമായി. അവൾക്ക് വേണ്ടി ചെറുപ്പം മുതലേ അല്പാൽപമായി നിങ്ങൾ സമ്പാദിച്ചു, അവളുടെ വിവാഹത്തിന്റെ ദിവസത്തേക്ക് വേണ്ടി. നിങ്ങളങ്ങനെ സമ്പാദിച്ചു വെച്ച സമ്പാദ്യം, പണവും സ്വർണവും, അവളുടെ വിവാഹം തീരുമാനിക്കപ്പെടുന്നു. ആ വിവാഹത്തിന്റെ തലേ ദിവസം അവൾക്ക് വേണ്ടി നിങ്ങൾ വർഷങ്ങളോളമായി ശേഖരിച്ച സ്വർണവും പണവും നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു മോഷ്ടാവ് അപഹരിച്ചെടുത്താൽ, കട്ടുകൊണ്ടുപോയാൽ, അക്കാരണം കൊണ്ട് നിങ്ങളുടെ മകളുടെ വിവാഹം മുടങ്ങിപ്പോയാൽ, ആ കളവ് നടത്തിയവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ അയാളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിശബ്ദമാകുന്നത്, അവർക്ക് അതുവരെ വികാരഭരിതയായി സംസാരിച്ചവർ താറിപ്പോകുന്നത്, തണുത്തുപോകുന്നത് ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ്. ഈ മാനസികാവസ്ഥയെ, കുറ്റവാളി ചെയ്യുന്ന കുറ്റം കൊണ്ട് വേദന അനുഭവിക്കുന്നവന്റെ മാനസികാവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് കുറ്റവാളികൾക്കുള്ള ശിക്ഷകളെ സംബന്ധിച്ച്, ഏത് രംഗത്തുമുള്ള ശിക്ഷകളെ സംബന്ധിച്ച്, ഏത് കുറ്റകൃത്യങ്ങൾക്കുമുള്ള ശിക്ഷകളെ സംബന്ധിച്ച് ഇസ്ലാം സംസാരിച്ചത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകണമെങ്കിൽ, സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കിയിട്ടും മനുഷ്യർ കൃത്യമായി സംസ്കരിക്കപ്പെട്ടിട്ടും അവരുടെ കൂട്ടത്തിൽ നിന്ന് തെറ്റ് ചെയ്യുന്ന ഒരാൾ കടന്നു വന്നാൽ മാതൃകായോഗ്യമായ രീതിയിൽ കടുത്ത ശിക്ഷകൾ തന്നെ അവർക്ക് നൽകി ഈ തിന്മകളുടെ വിഭാടനത്തിൽ, ഈ തിന്മകളുടെ വ്യാപനത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തണമെന്നാണ് ഇസ്ലാം ഈ രംഗത്ത് പഠിപ്പിക്കുന്നത്. ഈ 3 തലങ്ങളിലൂടെയുള്ള കൃത്യമായ നിലപാടുകളും സമീപനങ്ങളും ഭരണകൂടങ്ങളുടെയും സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമാണ് വർത്തമാനകാല സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ. അതല്ലാത്തത് കേവലമായ ചർച്ചകളായി, കേവലമായ ബഹളമയമായ അഭിപ്രായ പ്രകടനങ്ങളായി, കേവലമായ കൂടിപ്പിരിയലുകളായി, പ്രായോഗികമായ ഉപകാരപ്രദമായ ഈ തിന്മയിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പോലും സമർപ്പിക്കാൻ സാധിക്കാത്ത വെറും കൂടിപ്പിരിയലുകളായി മാറുന്നതാണ് ഈ രംഗത്തുള്ള ചർച്ചകളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഇസ്ലാം പറയുന്ന, ഇസ്ലാം പഠിപ്പിക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിന്റെ കാഴ്ചപ്പാടുകളെ വളരെ ഗൗരവത്തോടുകൂടിയുള്ള ഒരു പരിശോധനയ്ക്ക് പ്രബുദ്ധ കേരളം വിധേയമാക്കണമെന്നാണ് വിനീതമായി ഇവിടുത്തെ ഇസ്ലാമിക പ്രബോധകന്മാർക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്. ഈ വിഷയത്തെ നിശ്ചിതമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക, പഠിക്കുക. നമുക്കുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിലപാടുകളെക്കുറിച്ചുള്ള, ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളും വിമർശനങ്ങളും ചോദ്യങ്ങളും എല്ലാം ഇവിടെ ഉന്നയിക്കുക. ഈ സംവാദത്തെ, നമ്മുടെ ഈ ചർച്ചയെ നിങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടുകൂടെ ധന്യമാക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തൻ കാരുണ്യവാനായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, സത്യമായി അറിയാനും കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാനും സജ്ജനങ്ങളായി ജീവിച്ചു മരിക്കാനും നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷിതയല്ല എന്നെല്ലാവരും പറയുന്നു. അവൾക്ക് സുരക്ഷിതത്വം വേണം എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. എങ്ങനെയാണ് സുരക്ഷിതത്വം നേടിയെടുക്കുക?
എന്ന വിഷയത്തിലാണ് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെണ്ണിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ നടത്തി. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിഹിന്ന വബനാതിഹിന്ന വനിസാഉൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ യുഅറഫ്ന ഫലാ യുഅദൈന. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിൽ 59-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പറഞ്ഞത്, പെണ്ണിന് സുരക്ഷിതത്വം വേണമെങ്കിൽ അടിസ്ഥാനപരമായി തന്നെ പെണ്ണിന്റെ സൗന്ദര്യം പ്രദർശന വസ്തുവാക്കപ്പെടരുത് എന്നാണ്. വസ്ത്രധാരണത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, പ്രവാചകരെ, താങ്കളുടെ സ്ത്രീകളോടും മക്കളോടും അതേപോലെ തന്നെ സത്യവിശ്വാസികളുടെ സ്ത്രീകളോടുമെല്ലാം പറയുക, അവരുടെ ശരീരത്തിന്റെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മുഴുവനും അവർ കൃത്യമായി മറച്ചുകൊള്ളട്ടെ. ദാലിക അദ്നാ യുഅറഫ്ന ഫലാ യുഅദൈന. അവർ തിരിച്ചറിയപ്പെടാനും അതോടൊപ്പം തന്നെ അവർ ആക്രമിക്കപ്പെടാതിരിക്കുവാനും അതാണ് നല്ലത്. പെണ്ണ് ആക്രമിക്കപ്പെടാതിരിക്കണമെങ്കിൽ അവളുടെ സൗന്ദര്യം കച്ചവട വസ്തുവാക്കപ്പെട്ടുകൂടാ, അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കപ്പെട്ടുകൂടാ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഇത് വസ്തുതയാണോ? ഇത് യാഥാർത്ഥ്യമാണോ? ഇത് പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഇന്നും എല്ലാ വേദികളിലും വെച്ച് പച്ചയായി അഭിശംസിക്കപ്പെടുന്നു, വിമർശിക്കപ്പെടുന്നു, ഏറെ പരിഹസിക്കപ്പെടുന്നു. പെണ്ണ് മറച്ചാൽ ലോകത്ത് കുഴപ്പമുണ്ടാകൂലേ എന്നാണ് ചോദ്യം. ഇവിടെയാണ് ആധുനിക കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ ഇത്രയും അധികം പീഡനങ്ങൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന്റെ ശാസ്ത്രീയമായ ഉത്തരം പ്രസക്തമാകുന്നത്. എന്തുകൊണ്ട് പീഡനങ്ങൾ ഉണ്ടാകുന്നു? ആ ചോദ്യത്തിന് ചിലർ പറഞ്ഞിരുന്ന മറുപടി, അവൾ ലൈംഗികതയുടെ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യവൽക്കരണമില്ലാത്തത് കൊണ്ട് ലൈംഗികദാഹം അത് ഒരു തരത്തിലുള്ള കാപട്യത്താൽ മറക്കപ്പെടുകയും വിവാഹത്തിലൂടെ മാത്രമാകണം ലൈംഗികത എന്ന ആശയം കടന്നു വരികയും അതുമൂലം സ്വാഭാവികമായും ലൈംഗിക ദാരിദ്ര്യം അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ ആ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ സ്വാഭാവികമായ പരിണിതിയായി എങ്ങനെയും പെണ്ണിനെ നേടുക, അവളുടെ ശരീരം നേടുക എന്ന ആശയമുണ്ടാവുകയും കാണുന്ന സ്ത്രീകളെയെല്ലാം കടന്നുപിടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ലൈംഗികത ആവശ്യത്തിന് ഉപലബ്ധമല്ലാത്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ പെണ്ണിന്റെ സൗന്ദര്യമെല്ലാം തന്നെ അത് വേണ്ട രൂപത്തിൽ പ്രദർശിപ്പിക്കപ്പെടാതിരിക്കുകയും അതല്ലെങ്കിൽ പെണ്ണൊരു തരത്തിൽ അണിഞ്ഞൊരുങ്ങി ശരീരം മുഴുവനും മൂടിപ്പതച്ച് നടക്കുമ്പോൾ അവൾ ആക്രമിക്കുവാനുള്ള ഒരു തരത്തിലുള്ള അഭിവാഞ്ച വർദ്ധിക്കുകയും അതിൽ നിന്ന് അക്രമം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുമെല്ലാം വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ നൽകിയ മറുപടിയെ അടിവരയിടുന്നതാണ് ഇന്നത്തെ സംഭവങ്ങളെല്ലാം എന്നുള്ള വസ്തുതയാണ് നമ്മൾ വിഷയാവതരണത്തിലൂടെ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ എന്താണ് സംഗതി? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ലൈംഗികതയുടെ ജനാധിപത്യവൽക്കരണം, ഉദാരവൽക്കരണം നടന്നാൽ പെണ്ണിനെതിരെയുള്ള കുഴപ്പമില്ലാതാകുമോ? ഈ ചോദ്യത്തിന് ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ലൈംഗികതയെ ഉദാരവൽക്കരിക്കപ്പെട്ട നാടുകൾ തന്നെ മറുപടി പറയുന്നുണ്ട്. ലൈംഗികത ഏറ്റവും അധികം ഉദാരവൽക്കരിക്കപ്പെട്ട നാടുകളിൽ ഒന്നാണ് അമേരിക്ക. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, സാധനങ്ങൾ കടയിൽ പോയാൽ വാങ്ങാൻ കിട്ടുന്ന അതേ ലാഘവത്തോടു കൂടി സെക്സ് അമേരിക്കൻ മാർക്കറ്റിൽ ഉപലബ്ധമാണ്. എത്രയോ അത് കാഴ്ചയിലൂടെയാണെങ്കിൽ കാഴ്ചയിലൂടെ, സ്പർശത്തിലൂടെയാണെങ്കിൽ അങ്ങനെ, ഇനി ശാരീരിക ബന്ധത്തിലൂടെയാണെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും സെക്സ് പൂർണ്ണമായും ഉപലബ്ധമായ മാർക്കറ്റിൽ വാങ്ങാൻ ലഭിക്കുന്ന ഒരു പ്രദേശത്ത് ഇന്ന് ലോകത്ത് ഓരോ 3 മിനിറ്റിലും ഒരു സ്ത്രീ വീതം
ബലാത്സംഗം ചെയ്യപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് അമേരിക്കൻ ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക്. ഇങ്ങനെയെല്ലാം ലൈംഗികത വാങ്ങാൻ കിട്ടുന്ന സ്ഥലത്ത് പോലും അത് വാങ്ങാൻ പോകുന്ന ആളുകൾ തന്നെ വാങ്ങാൻ കിട്ടാത്തവളെ ആക്രമിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. എന്തിനധികം അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സിറ്റിയുണ്ട്, ലാസ് വേഗാസ് സിറ്റി എന്നാണ് അതിന് പേര്. ലാസ് വേഗാസ് സിറ്റി, അതിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ നമ്മൾ വായിക്കുക വെൽക്കം ടു സിൻ സിറ്റി എന്നാണ്. പാപങ്ങളുടെ നഗരത്തിലേക്ക് സ്വാഗതം നടത്തും. അവിടെ പൂർണ്ണമായ നഗ്നനൃത്തം നടക്കുന്ന ക്ലബ്ബുകളുണ്ട്. 39 ക്ലബ്ബുകളിൽ ശരീരത്തിൽ ഒരു നൂലിട പോലും ഇല്ലാത്ത രൂപത്തിലുള്ള നഗ്നനൃത്തങ്ങൾ നടക്കുന്ന സ്ഥലം. ഇതിനു വേണ്ടി മാത്രമായി കടന്നു പോകുന്ന സ്ഥലം, അതിനുവേണ്ടി മാത്രമാണ് അവിടെ ആള് വരിക. അങ്ങനത്തെ പട്ടണത്തിൽ പോലും പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നു എന്ന വാർത്ത നമ്മളെ ചെറുതായി ഒന്നുമല്ല ചിന്തിപ്പിക്കേണ്ടത്. ഇവിടെയാണ് എന്തുകൊണ്ടാണ് സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രദർശനം പെണ്ണിന് പ്രശ്നമായിത്തീരുന്നു എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണേണ്ടത്. എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പെണ്ണിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്ത്രീ മാന്യമായി വസ്ത്രം ധരിക്കുന്നത് അവൾ തിരിച്ചറിയപ്പെടുവാനും അതോടൊപ്പം തന്നെ ആക്രമിക്കപ്പെടാതിരിക്കുവാനുമാണ് എന്ന് പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാണ് ന്യായീകരിക്കുക? എങ്ങനെയാണ് അക്രമം ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് ശാസ്ത്രീയമായ മറുപടി നമ്മൾ അന്വേഷിച്ചാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കിട്ടുമെന്നുള്ളതാണ് വാസ്തവം. പുരുഷ ശരീരത്തിലും സ്ത്രീ ശരീരത്തിലും ലൈംഗികമായ ഉത്തേജനം ഉണ്ടാക്കുന്നത് ഒരു ഹോർമോണാണ്. ആ ഹോർമോണിന്റെ പേര് ടെസ്റ്റോസ്റ്ററോൺ എന്നാണ്. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് ലിബിഡോ എന്ന് സാങ്കേതികമായി പറയുന്ന ലൈംഗികമായ ഉത്തേജനം നടക്കുന്നത്. ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഹൈപ്പോതലാമസ്, പുരുഷന്റെ തലച്ചോറിന്റെ ഹൈപ്പോതലാമസ് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുവാൻ പുരുഷന്റെ വൃഷണങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പെണ്ണിന്റെ നഗ്നതയോ അർദ്ധനഗ്നതയോ കാണുന്ന സന്ദർഭത്തിൽ കാഴ്ചയിൽ അത് റെറ്റിനയിൽ പതിയുകയും കാഴ്ച കണ്ണിന്റെ റെറ്റിനയിൽ പതിയുകയും അത് തലച്ചോറിലേക്ക് സിഗ്നലുകൾ അയക്കുകയും അങ്ങനെ തലച്ചോർ ഈ നഗ്നത ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് വൃഷണങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകും. സ്ത്രീയിലാകട്ടെ കാഴ്ച ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ കാഴ്ചക്ക് തുല്യമായ രൂപത്തിൽ സ്ത്രീയുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ ശൃംഗാരം കേൾക്കണം, സ്പർശം അനുഭവിക്കണം. അത് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ ശൃംഗാരം കേൾക്കുകയും സ്പർശം അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് പുരുഷ ശരീരത്തിൽ ഉണ്ടാകുന്ന രൂപത്തിലുള്ള മാറ്റം സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അവിടെ പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കാഴ്ചയിലൂടെയാണ് എന്നർത്ഥം. ഇനി ഈ ടെസ്റ്റോസ്റ്ററോണ് 2 ദൗത്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ദൗത്യം ലൈംഗികമായ ഉത്തേജനമാണ്, ശരീരത്തെ ലൈംഗിക പ്രവർത്തനത്തിന് സജ്ജമാക്കലാണ്. രണ്ടാമത്തെ ദൗത്യം, ടെസ്റ്റോസ്റ്ററോണിന്റെ രണ്ടാമത്തെ ദൗത്യം ആളുകളെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കലാണ്. കുറ്റകൃത്യങ്ങൾ, ക്രിമിനലൈസേഷൻ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പുതിയ ഗവേഷണ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ഉപഭോഗിക്കപ്പെടാതെ ബാക്കിയാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ ശരീരം കുറ്റകൃത്യങ്ങൾക്ക് പ്രചോദിതമാകും എന്നാണ് എൻഡോക്രൈനോളജി അഥവാ അന്തഃസ്രാവ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ നമ്മൾ പരിശോധിക്കുക. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ പുറത്തിറങ്ങുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപാദനത്തിന് പറ്റുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളാണ് എങ്ങുമുള്ളത്. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. നേരം വെളുക്കുമ്പോൾ ടെലിവിഷൻ തുറക്കുന്ന ആളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ന്യൂസ് റീഡർ മുതൽ ന്യൂസുകൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്ന
പരസ്യങ്ങളിൽ മുന്നിൽ കടന്നു വരുന്ന പരസ്യ മോഡലുകൾ മുതൽ വർത്തമാന പത്രം തുറക്കുമ്പോൾ ആ പത്രത്തിലെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പെൺചിത്രങ്ങൾ മുതൽ അങ്ങനെ ആരംഭിച്ച് അയാൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന പോസ്റ്ററുകളാണെങ്കിലും അർദ്ധനഗ്നകളായ സ്ത്രീകളുടെ പച്ചയായ ഉടലുകളാണെങ്കിലുമെല്ലാം അയാളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രൂപത്തിലാണ് സാമൂഹ്യ വ്യവസ്ഥ തന്നെയുള്ളത്. അത്തരമൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന പുരുഷൻ അവൻ സ്വാഭാവികമായും അവന്റെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെസ്റ്റോസ്റ്ററോൺ ആകട്ടെ അവന് ലൈംഗികമായ അഭിനിവേശം ഉണ്ടാക്കുകയും എന്നാൽ ആ അഭിനിവേശത്തെ ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുന്ന സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. ലൈംഗികമായ അഭിനിവേശം ഉപയോഗപ്പെടുത്തപ്പെടുക, ഈ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ടെസ്റ്റോസ്റ്ററോൺ ഉപയോഗപ്പെടുത്തപ്പെടുക ശാരീരിക ബന്ധം നടക്കുമ്പോഴാണ്. ശാരീരിക ബന്ധം നടക്കാതിരിക്കുകയും ടെസ്റ്റോസ്റ്ററോൺ നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ ബാക്കിയാകുന്നു, അടിഞ്ഞുകൂടുന്നു. ഈ ടെസ്റ്റോസ്റ്ററോണ് രണ്ടാമത്തെ ദൗത്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ ദൗത്യം മറ്റൊന്നുമല്ല, അവനെ കുറ്റവാളിയാക്കുമെന്നതാണ്, അവൻ അതിക്രമകാരിയാക്കുമെന്നതാണ്. ആ അതിക്രമങ്ങളാണ് ബസ്സുകളിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അറിയുന്നത്, പത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അറിയുന്നത്. അല്ലാത്തത് നമ്മൾ അറിയാത്തത് നടന്നുകൊണ്ടേയിരിക്കുന്നു വ്യാപകമായി. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിലടക്കം 75% ലൈംഗികത ആസ്വദിക്കുവാനാണ് എന്ന കണക്ക് നമ്മെ തെല്ലൊന്നുമല്ല ഞെട്ടിപ്പിക്കേണ്ടത്. അതും ലൈംഗികത ആസ്വദിക്കുന്നതാകട്ടെ 12 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് എന്നുള്ള കണക്ക്. എന്തുകൊണ്ട്? ഇനി അതുമാത്രമല്ല, യഥാർത്ഥത്തിൽ പലപ്പോഴും പെണ്ണിനെതിരെയുള്ള അതിക്രമം മാത്രമേ നമ്മൾ പീഡനങ്ങളായിത്തോളം പരിഗണിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഉള്ള പീഡനം വ്യഭിചാരശാലകളിൽ നടക്കുന്നത് കൂടിയാണ് എന്നുള്ള വസ്തുത നമ്മൾ പലപ്പോഴും വിസ്മരിക്കുകയാണ്. അവിടെ ലൈംഗികത വില കൊടുത്തു വാങ്ങുകയാണ് എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ 10-20 പുരുഷന്മാർക്ക് വിധേയമാകപ്പെടുകയും പണത്തിനു വേണ്ടി അവൾ കച്ചവടം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവളുടെ ശരീരവും അവളുടെ മനസ്സുമെല്ലാം ബോധപൂർവമായി പീഡിപ്പിക്കപ്പെടുകയാണ്. ഇത് ഈ സമൂഹത്തില് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് വേണ്ട രൂപത്തിൽ ഉപഭോഗിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുടെ കൂടി സന്തതിയാണ്. ഇതുകൊണ്ടാണ് പുരുഷന്മാർ ഏറ്റവും കൂടുതൽ കുറ്റവാളികളാകുന്നത് എന്ന് കുറ്റാന്വേഷണ ശാസ്ത്രരംഗത്തെ വിദഗ്ധന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. ലോകത്ത് കുറ്റവാളികളുടെ ജയിലുകളിൽ പോയി നോക്കിയാൽ കുറ്റവാളികളുടെ എണ്ണമെടുത്താൽ പുരുഷന്മാരാണ് കൂടുതൽ. എന്തുകൊണ്ട്? സ്ത്രീകൾക്ക് കുറ്റവാസനയില്ലാത്തത് കൊണ്ടാണോ? അല്ല. സ്ത്രീയുടെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അത് ഉപഭോഗിക്കപ്പെടാതെ നിലനിൽക്കുന്ന അവസ്ഥാവിശേഷം നിലനിൽക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ സ്പർശവും ശൃംഗാരവും അനുഭവിക്കുമ്പോഴാണ് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുക. അത് തന്നെ പുരുഷ ശരീരത്തിൽ ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെസ്റ്റോസ്റ്ററോണിന്റെ 10% മാത്രമേ പെൺശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ഞാനിത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സയന്റിഫിക് എവിഡൻസസ് ആണ്, ശാസ്ത്രീയമായ വസ്തുതകളാണ്. പക്ഷേ ഈ വസ്തുതകൾ ലോകത്തിന്റെ മുന്നിൽ പഠിക്കാൻ നൽകുന്നതിൽ നിന്ന് നമ്മുടെ മീഡിയയും നമ്മുടെ സാമ്രാജ്യത്വവും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പഠന മാധ്യമങ്ങളും തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ ഇന്ന് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വില്ലന്മാർ ആക്രമിക്കുന്ന വ്യക്തികൾ മാത്രമല്ല, ആ വ്യക്തികൾ ഇരകളാണ്. വില്ലന്മാർ ടെലിവിഷനിൽ ഈ വ്യക്തികളുടെ ശരീരത്തിൽ ഈ രൂപത്തിലുള്ള മാറ്റമുണ്ടാക്കുന്ന രൂപത്തിൽ പെണ്ണുങ്ങളെ പ്രദർശന വസ്തുവാക്കുന്നത് ആരാണോ അവരാണ് യഥാർത്ഥത്തിലുള്ള വില്ലന്മാർ.
അതേപോലെ തന്നെ പൈതം മക്കൾ മുതൽ ചെറിയ കുട്ടികൾ മുതൽ അവരുടെ ശരീരത്തിൽ തിന്മകൾ വാരിക്കോരി നിറച്ച് അവരുടെ സ്വകാര്യ മുറികളിലേക്ക് ലൈംഗികാഭാസങ്ങളെ കടത്തിക്കൂട്ടി ആ ആഭാസങ്ങൾ മൂലം അവരുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും അവരുടെ സമ്പത്തിനെയും ചൂഷണം ചെയ്യുന്നത് ആരാണോ പോർണോഗ്രഫിയിലൂടെ ചെയ്യുന്നത്, അവരാണ് യഥാർത്ഥത്തിലുള്ള പ്രതികൾ. ആ പ്രതികളെ ലോകത്തിന്റെ മുന്നിൽ കാണിക്കുവാൻ ലോകത്തിന്, മുതലാളിത്തത്തിന്, സാമ്രാജ്യത്വത്തിന്, നമ്മുടെ കച്ചവടത്തിൽ അധിഷ്ഠിതമായ സംസ്കാരത്തിന് സാധ്യമല്ല. അവിടെയാണ് ഇസ്ലാം ഉറക്കെ തുറന്നു പറയുക, ഇല്ല, പെണ്ണിന്റെ ശരീരം പ്രദർശന വസ്തുവാക്കുവാനുള്ളതല്ല എന്ന്. അത് കച്ചവടം ചെയ്യുവാനുള്ളതല്ല. അത് കച്ചവടം ചെയ്യണം എന്ന് പറയുന്ന ആശയത്തോട് ഏത് തലത്തിലും ഇസ്ലാം വിയോജിക്കുന്നതും വിമർശിക്കുന്നതും രാജിയാകാതിരിക്കുന്നതും സന്ധിയില്ലാതെ സമരം ചെയ്യുന്നതും ഇതുകൊണ്ടാണ്. പെണ്ണിനോട് അവൾ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് പറയുന്ന ഇസ്ലാം യഥാർത്ഥത്തിൽ പെണ്ണിന് യഥാരൂപത്തിലുള്ള അവകാശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അവളുടെ ശരീരം അവൾക്ക് പടച്ചതമ്പുരാൻ നൽകിയ വലിയൊരു അമാനത്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ ശരീരത്തെ വിശുദ്ധമായി കരുതി അതിന്റെ ആ സൗന്ദര്യം, അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്ന സൗന്ദര്യം, അതിന് അർഹതപ്പെട്ട ആളുകളുടെ മുന്നിൽ മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ആ പ്രദർശനം വഴി ഉണ്ടാകുന്ന എന്തെന്ത് ശാരീരിക പ്രയാസങ്ങളിലും താങ്ങും തണലുമായി നിൽക്കുവാൻ സന്നദ്ധമാണ് എന്ന് നാലാളുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത ആളുടെ മുന്നിൽ മാത്രം തന്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുവാൻ അനുവദിച്ചു എന്നതാണ്, സ്വാതന്ത്ര്യം നൽകി എന്നതാണ് ഇസ്ലാം പെണ്ണിന് നൽകിയ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. ഇസ്ലാം പെണ്ണിന് നൽകിയ ഏറ്റവും വലിയ അവകാശം. ഇന്ന് ലോകത്ത് എല്ലാവരും സമ്പാദിക്കലാണ് മനുഷ്യരുടെ യഥാർത്ഥത്തിലുള്ള സമ്പാദിക്കുക വഴിയാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വത്തിന്റെ പ്രകാശനം സാധിക്കുക എന്ന് പെണ്ണിനെയും പുരുഷനെയും പറഞ്ഞു പഠിപ്പിച്ച മുതലാളിത്തം പെണ്ണിനോട് സമ്പാദിക്കുവാൻ പറഞ്ഞപ്പോൾ അതിനുള്ള മാർഗങ്ങളും അവളുടെ മുന്നിൽ തുറന്നു വെച്ചു. ആ മാർഗങ്ങളിൽ 80% യഥാർത്ഥത്തിൽ അവളുടെ ശരീര വിൽപ്പനയിലൂടെയുള്ള സമ്പാദ്യങ്ങളാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം സമ്പത്ത് നേടിക്കൊടുക്കുന്ന പെൺപണികൾ മുഴുവനും എടുക്കുക നമ്മൾ. ആ പണികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഴുവനും അവളുടെ ശരീരത്തെ പച്ചയായി വിറ്റുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് വസ്തുത. ആകാശത്ത് പറന്നുകൊണ്ട് പെണ്ണിന് ലക്ഷങ്ങൾ നേടിക്കൊടുക്കുന്ന ജോലിയായി വാഗ്ദാനം ചെയ്യപ്പെടുന്ന എയർ ഹോസ്റ്റസിന്റെ പണി മുതൽക്ക് ഓഫീസുകളിലെ സ്റ്റെനോഗ്രാഫറുടെ പണി വരെ അവരുടെ വസ്ത്രം തീരുമാനിക്കപ്പെടുന്നത് കമ്പനിയുടെ ഉപഭോക്താക്കളുടെ താല്പര്യമനുസരിച്ചാകുമ്പോൾ അവളുടെ സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ അവൾക്ക് കച്ചവടം ചെയ്യപ്പെടുകയും ആ സൗന്ദര്യം കച്ചവടം ചെയ്യുന്നതിനാണ് അവൾക്ക് മാസത്തിൽ ശമ്പളം ലഭിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇസ്ലാം പറഞ്ഞു പാടില്ലെന്ന്. അവിടെ തുടങ്ങുന്നു പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇസ്ലാമിന്റെ സംസാരവും ശക്തിയും. ആ ശക്തിയെ തിരിച്ചറിയുകയും യഥാർത്ഥത്തിലുള്ള ശാക്തീകരണം അവിടെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് പെണ്ണിന്റെ യഥാർത്ഥത്തിലുള്ള പൂർണ്ണതയും സ്വാതന്ത്ര്യവും എന്ന് തിരിച്ചറിയുവാൻ ലോകത്തോട് തുറന്നു പറയുകയാണ് ഈ ക്യാമ്പയിനിലൂടെ ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടേതായ സാമൂഹ്യ സാഹചര്യത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രത്യേകമായ തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി അവരുടെ തലച്ചോറിനെയും ശരീരത്തെയും എല്ലാം തന്നെ ശരീരത്തെയും തലച്ചോറിനെയും ആത്മാവിനെയും ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഇത്തരം മാർക്കറ്റിങ്ങിന്റെ ആളുകളും ആത്മീയ വ്യാപാരങ്ങളുടെ ആളുകളുമെല്ലാം പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ പുതുതലമുറയെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഈ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണം എന്നുള്ള രൂപത്തിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി
ഈ മാസം 8, 9, 10 തീയതികളിൽ കോഴിക്കോട് വെച്ച് വലിയൊരു പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം നടക്കുന്നത്. പ്രോഫ്കോൺ എന്ന പേരിൽ നടക്കുന്ന സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ മതത്തിൽ നിന്ന് ലഭിക്കേണ്ട ശാക്തീകരണത്തെക്കുറിച്ച്, മനസ്സിന് യഥാരൂപത്തിൽ ഉണ്ടാകേണ്ട ശാന്തിയെക്കുറിച്ച്, സയൻസിന് നേടിക്കൊടുക്കാൻ കഴിയാത്ത യഥാർത്ഥത്തിലുള്ള നന്മതിന്മകളെക്കുറിച്ചുള്ള വിവരത്തെക്കുറിച്ച്, മാതാപിതാക്കൾക്ക് താങ്ങായി തണലായി വർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, ജീവിതത്തിന്റെ പ്രത്യേകങ്ങളായ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അത് അടിപതറാതെ നിന്ന് പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചെല്ലാം കൃത്യമായി പാഠങ്ങൾ നൽകുന്ന പഠനങ്ങളുള്ള പ്രോഫ്കോൺ ഇൻഷാ അല്ലാഹ് ഈ മാർച്ച് മാസം 8-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച് 10-ാം തീയതി ഉച്ചക്ക് 1 മണിക്ക് അവസാനിക്കുന്ന രൂപത്തിൽ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ മക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽവാസികൾ അവർ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കാര്യം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെയെല്ലാം തന്നെ ഇസ്ലാമിന്റെ പ്രസക്തി ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് തിരിച്ചറിയുകയും ഈ സുരക്ഷിതത്വം യഥാർത്ഥത്തിലുള്ള സുരക്ഷിതത്വം, അത് മനസ്സിനും ശരീരത്തിനുമുള്ള സുരക്ഷിതത്വം, അത് നമുക്ക് ഇതുവഴി മാത്രമേ, ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യുക വഴി മാത്രമേ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പൂർണ്ണമായ അർത്ഥത്തിലുള്ള പിന്തുടരലുകൾ വഴി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുത തിരിച്ചറിയുകയും നമ്മുടെ പുതിയ തലമുറക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ പ്രോഫ്കോണിനെ കുറിച്ച് പ്രത്യേകമായി ഇവിടെ എടുത്തു പറഞ്ഞത്. നിങ്ങളുടെ തുറന്ന സംസാരങ്ങൾക്ക്, ചർച്ചകൾക്ക്, പഠനങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് വേണ്ടി ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് BP അബ്ദുൾ റഹ്മാൻ, സ്ഥലം പോലശ്ശേരി, തൊള്ളായിരത്തൂർ. ചോദ്യം ഖുർആനെ പറ്റിയാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യത്തെ പറ്റിയാണ്, പഠിക്കാൻ വേണ്ടിയാണ്. ആരും തോൽപ്പിക്കാനോ വിജയിപ്പിക്കാനോ അല്ല എന്ന് ആദ്യമായി സൂചിപ്പിച്ചുകൊണ്ട് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഖുർആൻ 114 അധ്യായമാണ്, 6666 ആയത്തുകൾ. ഇത്രയും ഭാഗങ്ങൾ അറിയാം ഏകദേശം ഇവിടെ ഇരിക്കുന്ന 75% ആളുകൾക്ക്. എന്നാൽ ചോദ്യം, എത്ര പദങ്ങൾ ഖുർആനിലുണ്ട്, ആ പദങ്ങളിൽ എത്ര അക്ഷരങ്ങളുണ്ട്? പ്രസക്തമായ ചോദ്യം. 114 അധ്യായത്തിൽ ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ അള്ളാഹ് എന്ന വാക്ക് എത്രയുണ്ട്? അള്ളാഹുവിന് വേണ്ടി അള്ളാഹ് ഇരിക്കുന്ന ഖുർആൻ വഴി നമ്മൾ എത്തിക്കപ്പെട്ടു. ആ ഖുർആനിൽ അള്ളാഹ് ലില്ലാഹി എന്നല്ല, അള്ളാഹ് ഇന്നല്ലാഹു മഅസ് സാബിരീൻ എന്ന് പറയുന്ന അള്ളാഹ് എന്ന പദം എത്രയുണ്ട്? അബ്ദുറഹ്മാൻ സാഹിബ് ചോദിച്ചിരിക്കുന്ന ചോദ്യം, നിങ്ങൾ ഖുർആനിലെ അക്ഷരങ്ങളെയും അള്ളാഹ് എന്ന പദത്തെയും അല്ല എത്ര എങ്ങനെയാണെന്നല്ല, ഇതൊരു ക്വിസ് മത്സരമല്ല അബ്ദുറഹ്മാൻ സാഹിബ്, അത് ക്വിസിൽ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാനിവിടെ അതിന് ആൻസർ ചെയ്താൽ ഇനിയും അതേപറ്റി ചോദ്യങ്ങളാണ് വരിക. എൻ്റെ സുഹൃത്ത് ചോദ്യത്തിൽ സൂചിപ്പിച്ച ഒരു അബദ്ധം മാത്രം പറയുകയാണ് ഞാനിവിടെ. തീർച്ചയായും അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത്, നിങ്ങളത് മനസ്സിലാക്കണം അബ്ദുറഹ്മാൻ സാഹിബ്. ഒന്നാമത് പരിശുദ്ധ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട് എന്ന് പറയുന്നതിന് അബദ്ധമാണ്. 6666 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലില്ല. ഖുർആനിൽ 6324 ആയത്തുകളാണുള്ളത്. 6666 ആയത്തുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മധ്യകാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഖുർആനിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഖുർആനിനെ കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണയാണ്. 666 എന്നത് ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ അവസാന നാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭീകരമായ സത്വത്തിന്റെ പേരാണ്. ഭീകരമായൊരു സത്വം, ആ സത്വത്തിന്റെ നമ്പറാണ് 666. അവസാന നാളിൽ ലോകത്തിന് നാശമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭീകര ജന്തുവിന്റെ പേരാണ് 666. ഈ 666മായി പരിശുദ്ധ ഖുർആനെ ബന്ധപ്പെടുത്താൻ വേണ്ടി, അഥവാ ഖുർആൻ അവസാന നാളിൽ പ്രത്യക്ഷപ്പെട്ട ഈ ഭീകര സത്വമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. ഭീകര സത്വമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ആരോപണമാണ് ഞാൻ പറഞ്ഞത്. അത് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ മിഷനറിമാർ മധ്യകാലഘട്ടത്തിൽ തെറ്റിദ്ധാരണാജനകമായി മുസ്ലിങ്ങളെ അടക്കം പഠിപ്പിച്ച
ഒരു തെറ്റായ വിശ്വാസമാണ്, തെറ്റായ ചിന്തയാണ്. പരിശുദ്ധ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട് എന്നത് തെറ്റാണത്. പരിശുദ്ധ ഖുർആനിൽ അത്ര ആയത്തുകളില്ല. ഈ നമ്പറുകൾ നോക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, അതൊരു കിസ്മത്സരമല്ല. അതുകൊണ്ട് തന്നെ അത് ആ രൂപത്തിലുള്ള ചോദ്യങ്ങളല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജവാദ് എന്നാണ്. ഞാൻ കൊണ്ടോട്ടി സ്വദേശിയാണ്. എൻ്റെ ചോദ്യം, ഇസ്ലാം വളരെ വ്യക്തമായ ഒരു ഡ്രസ് കോഡ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ പുരുഷനിൽ അവന്റെ വികാരം ഗുണപ്പെടാൻ സ്ത്രീയുടെ നഗ്നതയോ അല്ലെങ്കിൽ അർദ്ധനഗ്നതയോ കാണുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പിക്ചറുകൾ കാണുന്നതിനോടുകൂടി പുരുഷനിൽ ഈ വികാരം ഇടപെടുന്നു എന്ന്. ഇത് മാത്രമാണോ ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് വരെ പത്രത്തിൽ കണ്ട ഈ പീഡനങ്ങൾക്ക്, സ്ത്രീ പീഡനങ്ങൾക്ക് കാരണം? അങ്ങനെ ആണ് എങ്കിൽ 6 വയസ്സ് അല്ലെങ്കിൽ 6 മാസം പ്രായമുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്ന 72കാരനും 72കാരന്റെ വാർത്തയും നമ്മൾ കേട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 6 മാസമുള്ള പ്രായമുള്ള കുട്ടിയെ എങ്ങനെ നമ്മൾ ഡ്രസ് ധരിപ്പിക്കും? ഡ്രസ് കോഡ് മാത്രമാണോ? എന്റെ ചോദ്യം ഇതാണ്. ഡ്രസ് കോഡ് മാത്രമാണോ സ്ത്രീ പീഡനത്തിന് കാരണമാകുന്നത്? സുഹൃത്തിന്റെ ചോദ്യം, ഡ്രസ് കോഡ് മാത്രമാണോ സ്ത്രീപീഡനത്തിന്റെ കാരണമാകുന്നത്? അങ്ങനെയാണെങ്കിൽ 6 മാസമുള്ള കുട്ടീനെ പീഡിപ്പിക്കുന്ന ആണുങ്ങളും 72കാരനുണ്ടല്ലോ എന്നാണ്. എൻ്റെ ഞാൻ വിഷയം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യം അത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നാണ് ഈ ചോദ്യം വന്നപ്പോൾ. യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഒരു പെണ്ണിനെതിരെ അക്രമം നടക്കുന്നത് ആ പെണ്ണിന്റെ ഡ്രസ് കോഡ് കൊണ്ട് എന്നല്ല, മറിച്ച് സമൂഹത്തിൽ മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു വസ്തുത. സമൂഹത്തിൽ സെക്സ് എന്നുള്ളത്, നഗ്നത എന്നുള്ളത്, അർദ്ധനഗ്നത എന്നുള്ളത് വ്യാപകമാണ്. ആ അർദ്ധനഗ്നത വ്യാപകമായതുകൊണ്ട് അത് സ്ത്രീകളുടെ ഡ്രസ് കോഡിൽ മാത്രമല്ല, ഡ്രസ് കോഡിലുണ്ട്, പരസ്യങ്ങളിലുണ്ട്, ടെലിവിഷനിലുണ്ട്, അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളിലുണ്ട്, പുറത്തിറങ്ങിയാൽ പിന്നെ പോസ്റ്ററുകളിലുണ്ട്, ഇനി ഹോർഡിങ്ങുകളിലുണ്ട്, ഇനി പിന്നെ സിനിമകളിലും അങ്ങനെയുണ്ട്, പോർണോഗ്രഫി അങ്ങനെ പോകുന്ന ആളുകൾക്ക് അങ്ങനെയുണ്ട്. ഇങ്ങനെ എവിടെ എടുത്തു നോക്കിയാലും പുരുഷ ലൈംഗികതയെ പ്രലോഭിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് എല്ലായിടത്തും. ആ കാഴ്ചകൾ സംഭവിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പുരുഷ ശരീരം, ആ ശരീരം ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ആ ഹോർമോൺ ഉപയോഗിക്കപ്പെടാതെ ബാക്കിയാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് സ്വാഭാവികമായും ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന രൂപത്തിൽ പുരുഷനായിത്തീരുന്നു. ഈ ആയിത്തീരലിന്റെ ഒരു സ്വാഭാവിക പരിണതിയാണ് പലപ്പോഴും എവിടെയുമുള്ള സ്ത്രീ പീഡനങ്ങൾക്ക് അടിസ്ഥാനപരമായി പിന്നിലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമാണ് കാരണമെന്നല്ല. തീർച്ചയായും ഇങ്ങനെ സ്ത്രീകൾ മുഴുവനും പൂർണ്ണമായും വസ്ത്രം ധരിച്ച് നടക്കുന്ന സമൂഹത്തിലും പെണ്ണിനെതിരെയുള്ള അക്രമങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ അക്രമങ്ങൾ തടയാൻ വേണ്ടിയാണ് ഇസ്ലാമില് നിയമമുള്ളത്. ഇസ്ലാമിൽ വെറുതെ ഉപദേശം മാത്രമല്ല ഉള്ളത്, വസ്ത്രധാരണം മാത്രമല്ല പറഞ്ഞത്, മറിച്ച് ഇങ്ങനെ വ്യഭിചരിക്കുന്ന സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും കൃത്യമായ നിയമം, ബലാത്സംഗമാണെങ്കിൽ അതിന് കൃത്യമായ നിയമം. ഈ നിയമങ്ങളെല്ലാം എന്തുകൊണ്ടുണ്ടായത്? ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കാം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഞാൻ സൂചിപ്പിച്ചു, അമേരിക്കയെ പോലുള്ള ഒരു നാട്ടിൽ ഓരോ 3 മിനിറ്റിലും പെണ്ണിനെതിരെ ഓരോ പീഡന ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ ആകുന്നതിന് കാരണം ഇങ്ങനെ ലൈംഗികവൽക്കരിക്കപ്പെട്ട സാമൂഹ്യ ഘടനയാണ്. ആ ഘടനയാണ് ഉടച്ചു വാർക്കേണ്ടത്. അത് 6 മാസക്കാരിയുടെ വസ്ത്രം മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ല. അവരുടെ വസ്ത്രമല്ല പ്രശ്നം. തീർച്ചയായും 6 മാസക്കാരിയെ മാത്രം മുന്നിൽ കാണുകയും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ അവനെ കൺട്രോൾ ചെയ്യുന്നതിന് അപ്പുറത്താവുകയും ചെയ്യുമ്പോൾ അതിന് അർത്ഥം അതിന് പുരുഷനെ ന്യായീകരിക്കുന്നല്ല. ഇതുണ്ടാവുമ്പോ
അയാളുടെ ധാർമ്മികത അയാളെ തടഞ്ഞു നിർത്താതാകുമ്പോൾ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഉപയോഗിക്കാൻ അയാൾ ദൃഷ്ടമാകുന്നു. അത് പീഡോഫീലിയയിലേക്ക് അത്തരം ആളുകൾ പോകുന്നു. പീഡോഫീലിയ എന്ന് പറഞ്ഞാൽ ശിശുകാമം, അത് കുട്ടികളെ കാമിക്കുന്നതിലേക്ക് പോകുന്നു. മറ്റു ചിലരോ അത് സ്വവർഗരതിയിലേക്ക് പോകുന്നു, സൊഡോബിയിലേക്ക്, ലെസ്ബിയനിസത്തിലേക്ക് പോകുന്നു. മറ്റു ചിലർ ഇതല്ലാത്ത മറ്റു മാർഗങ്ങൾ കാണുന്നു. ഏതായിരുന്നാലും പുരുഷ ലൈംഗികതയെ ത്രസിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ആധുനിക സംസ്കാരമാണ്, ഏതെങ്കിലും പെൺകുട്ടികളുടെ വസ്ത്രധാരണമെന്നല്ല, ആധുനിക സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒന്നാമത്തെ പ്രതി. ഇങ്ങനെയല്ല ആധുനിക സംസ്കാരമാണെങ്കിലും നമ്മൾ അങ്ങനെ ആകണോ? ആകാൻ പാടില്ല. അതിനാണ് മതപരമായ നിയമങ്ങളുള്ളത്. ഇസ്ലാം പഠിപ്പിച്ച അതുകൊണ്ടാണ്. നിങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാകാം, അതുകൊണ്ട് നിങ്ങൾ കണ്ണ് താഴ്ത്തിയേ പറ്റൂ. കണ്ണാണ് താഴ്ത്താൻ പറഞ്ഞത്. ഒരു പെണ്ണിനോടും കണ്ണ് താഴ്ത്താൻ പറഞ്ഞു. എന്തേ കാര്യം? പെണ്ണിന് ഈ രൂപത്തിൽ അക്രമവാസന ഉണ്ടാകുന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഉത്തേജനം ഉണ്ടാകുന്നുള്ളത് കൊണ്ടോ അല്ല, ആഗ്രഹങ്ങൾ ഉണ്ടാകാം. പുരുഷ ശരീരത്തെ കാണുമ്പോൾ അത് പുരുഷ ശരീരത്തെ ഇഷ്ടപ്പെട്ട പുരുഷനെ കാണുമ്പോൾ പെണ്ണിനും ആഗ്രഹങ്ങൾ വരാം. പക്ഷെ പെണ്ണിന്റെ ആഗ്രഹത്തെ പോലെയല്ല പുരുഷന്റേത് എന്ന് നമുക്കറിയാം. കാഴ്ചയിൽ തന്നെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ പുരുഷന്മാരുടെ സദസ്സിന്. അത് സ്വാഭാവികമായും ഈ മാറ്റം ഉണ്ടാവുകയും ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുകയും അത് ഉപയോഗിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അക്രമവാസനയുണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അതൊരിക്കലും തന്നെ അവന്റെ ചോയ്സിനെ, അവൻ തെരഞ്ഞെടുപ്പിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയല്ല. അതുകൂടി മനസ്സിലാക്കുക. അവൻ തെറ്റ് ചെയ്താൽ തെറ്റുകാരൻ അവൻ തന്നെയാണ്. ആ സാഹചര്യങ്ങൾക്കെതിരെ പോരാടാനാണ് അവൻ ശ്രമിക്കേണ്ടത്. പക്ഷേ ആ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചവർ കൂടി യഥാർത്ഥത്തിൽ ഇതിന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. സർ, ഇതിനോടൊപ്പം ഇപ്പൊ നിലവിലെ ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ സംസ്കാരം, ഇപ്പോൾ നിലവിൽ ലോകത്തുള്ള ഈ സംസ്കാരം ഉടച്ചു വാർക്കണമെന്ന് താങ്കൾ പറഞ്ഞു. ആ ഉടച്ചു വാർക്കാൻ ഇസ്ലാം എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്? ആ ഉടച്ചു വാർക്കൽ എങ്ങനെയാണ് പ്രവാചകന്റെ ചര്യയിലൂടെ അല്ലെങ്കിൽ ഖുർആനിന്റെ ചര്യയിലൂടെ എങ്ങനെയാവണം അത് ഉടച്ചു വാർക്കേണ്ടത് എന്നത് ഒരു യുവാവ് എന്ന നിലയ്ക്ക് എനിക്കറിയേണ്ടതുണ്ട്. അതുപോലെ മറ്റു ആളുകളും ഈ രംഗത്തേക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് എങ്ങനെ ആവണം എന്നതാണ് എൻ്റെ അടുത്ത ചോദ്യം. ആധുനിക സംസ്കാരത്തെ ഉടച്ചു വാർക്കേണ്ടത് എങ്ങനെയെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ സംസ്കാരത്തെ ഉടച്ചു വാർക്കുക എന്ന ഒരു പരാമർശം ഞാൻ നടത്തിയിട്ടില്ല. പക്ഷേ ഈ ആധുനിക സംസ്കാരം സൃഷ്ടിക്കുന്ന പ്രലോഭനങ്ങളോട് പ്രതിരോധിക്കുക എന്ന് പറയലായിരിക്കും കുറച്ചുകൂടി ശരി. ഈ ആധുനിക സംസ്കാരം ഇവിടെ മാത്രമല്ല ഉള്ളത്. സെക്സിന്റെ രംഗത്ത് അങ്ങനെ അത് അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള കൺസ്യൂമറിസം വേറൊരു വശത്ത്, നമ്മൾ പരമാവധി വസ്തുക്കൾ വാങ്ങിക്കൂട്ടിക്കുന്ന കൺസ്യൂമറിസം വേറൊരു വശത്ത്, ഇങ്ങനെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുന്ന അതൊന്ന്, വസ്തുക്കളെ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രചോദനവും പ്രലോഭനവും നൽകുന്ന മറ്റൊന്ന്, ഇതേപോലെ തന്നെ ആധുനികമായ മാനുഷിക ബന്ധങ്ങളെ മുഴുവനും തകർത്ത് കളയുകയും ആ ബന്ധങ്ങൾക്കൊരു വിലയും കൽപ്പിക്കാതിരിക്കുകയും മറിച്ച് വസ്തുപ്രധാനമായ ഒരു തരത്തിലുള്ള സംസ്കാരം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്ന ആഗോളവൽക്കരണത്തിന്റെ സംസ്കാരം മറ്റൊരു വശത്ത്. ഇവിടെയെല്ലാം തന്നെ ഏറ്റവും നല്ല പ്രതിരോധം എന്നത് ഇസ്ലാമികമായ മൂല്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുക വഴിയാണ്. ആ മൂല്യങ്ങൾ പകർത്തപ്പെടുമ്പോൾ, എൻ്റെ വൈയക്തിക ജീവിതത്തിൽ ഞാൻ മൂല്യങ്ങൾ പകർത്തപ്പെടുമ്പോൾ, എൻ്റെ സഹോദരിയുടെ വൈയക്തിക ജീവിതത്തിൽ അവളുടെ മൂല്യങ്ങൾ പകർത്തപ്പെടുമ്പോൾ അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഈ സംസ്കാരത്തോടുള്ള കലഹം. ആ മൂല്യങ്ങൾ പകർത്തുക എന്നത് തന്നെയാണ് ഈ രംഗത്ത് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ സാംസ്കാരികമായ ആക്രമണവും. എന്തുകൊണ്ടെന്നാൽ നമ്മൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ലൈംഗികമായ ഉത്തേജനം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പരസ്യ പലകകളിലൂടെ എങ്ങോട്ടാണ് പെണ്ണിനെയും പുരുഷനെയും കൊണ്ടുപോകാൻ ആധുനിക സംസ്കാരത്തിന്റെ വക്താക്കൾ ശ്രമിക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി വാങ്ങുന്നവരാക്കി ഏതെങ്കിലും ഉൽപ്പന്നങ്ങളെ ഇവരുടെ തലയിൽ അടിച്ചു കയറ്റുന്നതിന് വേണ്ടിയാണ് പരസ്യത്തിലെ പെണ്ണുടലിന്റെ പ്രദർശനം വഴി അവർ ലക്ഷ്യമാക്കുന്നത്. ഇവിടെ നമ്മൾ പ്രതിരോധം തീർക്കുമ്പോൾ, അത് കാണില്ല എന്ന് തീരുമാനിക്കുമ്പോൾ, അതിനു നേരെ കണ്ണു താഴ്ത്തുമെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുകയാണ് നമ്മൾ ഒന്നാമതായി.
തലച്ചോറിനെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ പലപ്പോഴും കാര്യങ്ങളെല്ലാം നമ്മുടെ ബോധപൂർവമായ കൺട്രോളിൽ തന്നെയല്ല നടക്കുന്നത്. നമ്മുടെ തലച്ചോർ നമ്മളറിയാതെ നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നാഡീശാസ്ത്ര രംഗത്തെ വിദഗ്ധന്മാർ പറയുക. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മുടെ കൈകൾ എങ്ങോട്ട് ചലിക്കണമെന്ന്, എങ്ങോട്ട് വലിയണമെന്ന് എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ തലച്ചോറാണെങ്കിൽ, ആ തലച്ചോറിൽ ഈ തീരുമാനങ്ങൾക്ക് ഉപോത്ബലകമായി രേഖീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിന് ലഭിക്കുന്നത് പരസ്യപലകകളിൽ നിന്നാണ്, പരസ്യ ദൃശ്യങ്ങളിൽ നിന്നാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ തലച്ചോറിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി, തലച്ചോറിനെ അടിമപ്പെടുത്തുന്നതിന് വേണ്ടി പരസ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വസ്തു പെണ്ണിന്റെ ശരീരം തന്നെയാണ്. അത് പെണ്ണിനാണെങ്കിലും പുരുഷനാണെങ്കിലും. ഇതുവഴി ഈ പെണ്ണിന്റെ ശരീരം കാണുകയില്ല എന്ന്, അർദ്ധനഗ്നത ആസ്വദിക്കുകയില്ല എന്ന്, ഞാനങ്ങോട്ട് നോക്കുകയില്ല എന്ന് തീരുമാനമെടുക്കുന്ന, കണ്ണ് താഴ്ത്തണമെന്ന പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശത്തിന് ഉപോത്ബലകമായ തീരുമാനമെടുക്കുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് എല്ലാ തരത്തിലുമുള്ള ചൂഷണങ്ങൾക്ക് പ്രതിരോധം തീർക്കുകയാണ് അവൻ ഒന്നാമതായി. ഞാൻ നേരത്തെ പറഞ്ഞ 3 തരത്തിലുമുള്ള ചൂഷണങ്ങൾക്ക്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ദൈവികമായ മാർഗനിർദ്ദേശം അനുധാവനം ചെയ്യുമ്പോൾ, പുരുഷനാണെങ്കിലും പെണ്ണാണെങ്കിലും, വസ്ത്രത്തിന്റെ വിഷയത്തിലാണെങ്കിലും, ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ വിഷയങ്ങളിലാണെങ്കിലുമെല്ലാം ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യുമ്പോൾ നാം സ്വാഭാവികമായി തന്നെ ഈ സംസ്കാരത്തോട് കലഹിക്കുകയാണ്, അതിനോട് പ്രതിരോധം തീർക്കുകയാണ്. അങ്ങനെ തന്നെയാണ് അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകേണ്ടത്. ഈ മാറ്റം സ്വാഭാവികമായും വ്യക്തികളിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടാണ് സാമൂഹിക മാറ്റം ഉണ്ടാകേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വൈയക്തികമായ ഈ പരിവർത്തനത്തിന് അടിസ്ഥാനപരമായി ഭവിക്കേണ്ടത് വിശ്വാസപരമായ മാറ്റമാണ് എന്നും, കണ്ണ് താഴണമെങ്കിൽ സ്രഷ്ടാവായ തമ്പുരാൻ എന്നോട് കണ്ണ് താഴ്ത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ബോധമുണ്ടാവുകയും അത് താഴ്ത്തിയില്ലെങ്കിൽ എനിക്ക് പരലോകത്ത് വലിയ പ്രയാസങ്ങൾ നേരിടുവാനുണ്ട് എന്ന കൃത്യമായ അവബോധം വളരുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ കണ്ണ് താഴ്ത്തൽ പ്രക്രിയ നടക്കൂ എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം ആദ്യമായി മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് സന്നിവേശിപ്പിക്കുന്നത് സട്ടാവിലുള്ള ബോധവും പരലോക ബോധവുമാണ്. ആ സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സംസ്കാരത്തിലുള്ള പ്രതിരോധമായി, ഈ സംസ്കാരത്തോട് കലഹിക്കുന്നതിന് വേണ്ടിയുള്ള അടിത്തറയായി നമുക്കുണ്ടാകേണ്ടത്. അതാണ് പ്രബോധക പ്രസ്ഥാനങ്ങൾ നിർവഹിക്കേണ്ടത്. മുസ്ലിം വ്യക്തികളുടെയും കടമയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ പേര് ഇബ്രാഹിം KK. ഞാൻ താമസിക്കുന്നത് നെടുത്തോട്. എനിക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സിംഗപ്പൂര് എല്ലാവരും ഷോർട്ട് ഡ്രസ്സ് ഉപയോഗിച്ചാണ് വനിതകളെല്ലാം പോകുന്നത്. രാത്രി കാലങ്ങളിലും അവിടെ ടാക്സി ഡ്രൈവർമാർ വരെ ഈ സ്ത്രീകളാണ്. അവിടുത്തെ നിയമം വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം വെച്ചാൽ ഇവിടെ ഒരു സ്ത്രീ പിടിച്ചു വലിച്ചു എന്നൊക്കെ പറഞ്ഞാൽ, ഒരു പരാതിയായിട്ട് നമ്മുടെ സ്റ്റേഷനിൽ ഒക്കെ ചെന്നാൽ അത് കേസായിട്ട് വരുമ്പോൾ, കോടതിയിൽ വരുമ്പോൾ ആ പെണ്ണിനെ അലിച്ച് നാശാക്കും. അപ്പോൾ ഒന്ന് പിടിച്ചാൽ പോലും വേണ്ടാന്ന് വെച്ചേക്കാം, മിണ്ടണ്ടാന്ന് വിചാരിക്കുന്ന ഒരു കാലം ഇവിടുത്തെ നിയമ രീതിയാണ്. അവിടെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടെ മറ്റുള്ള വൃത്തികേടുകൾക്കൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ സ്ത്രീകൾക്ക് ഇത്രയും പീഡനം വരുന്നില്ല. പീഡനം വന്നാൽ തന്നെ അവിടെ ശക്തമായ നിയമം ഉണ്ട്, നിയമപരമായിട്ട് ശിക്ഷയുണ്ട്. അവിടുത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പൗരനെ ശിക്ഷിച്ചിട്ട് 3 അടി ശിക്ഷിച്ചിട്ട് അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു ഒന്ന് കുറച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് ഈ രാജ്യത്തെ നിലനിൽക്കാൻ കാരണം, അതുകൊണ്ട് വേണമെങ്കിൽ 1 അടി കുറച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് കുറച്ചു കൊടുത്തു എന്നാണ് പറയണേ ജോർജ് ബുഷ് അടിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ നമ്മളോട് പറഞ്ഞേക്കണ കണ്ണ് താഴ്ത്തി നോക്കണമെന്നാണ്. അപ്പൊ അത് പുരുഷൻ സ്വീകരിച്ചാൽ പോരെ. എന്തെല്ലാം പരസ്യം വന്നാലും ഈ നമുക്ക് ഈ സ്ത്രീ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സ്ത്രീ സുരക്ഷയ്ക്ക് അതല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ അവിടെ റൂമുകളിൽ, ലോഡ്ജിൽ താമസിക്കുമ്പോൾ റൂമുകളിൽ വന്ന കുട്ടികളായാലും ആരായാലും, റൂം ബോയ്സ് ആയിട്ട് വന്നവരാണെങ്കിലും എല്ലാം വളരെ ഷോർട്ട് ഡ്രസ് ധരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒന്നും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. യാത്രയിലാണ് ഞാൻ പറഞ്ഞത്, ടാക്സി ഒറ്റയ്ക്ക് 3-4 ആണുങ്ങൾ കയറുന്ന ഡ്രൈവറായിട്ട് വരുന്നത് സ്ത്രീയാണ്. അവിടെ പോലും പ്രശ്നമില്ല. അപ്പോൾ അതെന്താണ്? അതിനുള്ള ഒരു വിശദീകരണം തന്നാൽ കൊള്ളാം. സിംഗപ്പൂരിനെ പോലെയുള്ള നാടുകളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറവാണെന്നും
എന്നാൽ അവർ വസ്ത്രം ധാരണത്തിൽ അവർ പറഞ്ഞ പോലെയുള്ള ശ്രദ്ധയില്ല എന്നുമാണ് ഇബ്രാഹിം സാഹിബിൻ്റെ നിരീക്ഷണം. യഥാർത്ഥത്തിൽ ആ നിരീക്ഷണത്തിന് ഉപോത്ബലകമായ കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. നിയമം വളരെ കർക്കശമാണ്. ആ കാർക്കശ്യമുള്ളത് കൊണ്ട് ടാക്സി അടക്കമുള്ള, ലിഫ്റ്റ് അടക്കമുള്ള ഏത് പൊതുസ്ഥലങ്ങളിലും കൃത്യമായി ക്യാമറ കണ്ണുകൾ ഉണ്ടാവുകയും പെണ്ണിനെതിരെയുള്ള ഏതൊരു ചലനവും നിരീക്ഷിക്കപ്പെടുകയും അത് പെട്ടെന്ന് തന്നെ കോടതികളിലെത്തുകയും അത് ശക്തമായി തന്നെ നിയമം കുറ്റവാളിക്കെതിരെ നിയമം നടപ്പാക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആണുങ്ങൾക്ക് പേടിയുണ്ട്. ആ പേടി അവിടെ കാണുന്നുണ്ട്. എന്നിട്ട് പോലും സിംഗപ്പൂരിൽ പെണ്ണിനെതിരെയുള്ള പീഡനങ്ങളൊന്നുമില്ലേ? ഉണ്ട്. ഇല്ല എന്ന് നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ്. നമ്മൾ സിംഗപ്പൂരിലാണെങ്കിലും ഇതേപോലെയുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന മറ്റ് നാടുകളിലാണെങ്കിലും എല്ലാം ആ തലങ്ങളിൽ പെണ്ണിനെതിരെയുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അതിന് ഘട്ടങ്ങളായി കടന്നു പോകുന്നുമുണ്ട്. പക്ഷേ ബഹുമാനായ ഇബ്രാഹിം സാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയെ പോലെയുള്ള സ്ഥലങ്ങളിൽ നിയമം നടപ്പാക്കുന്ന രംഗങ്ങളിൽ ഉള്ള അലംഭാവം പലപ്പോഴും ഈ കുറ്റവാളികൾക്ക് സ്വൈരവിഹാരം നടത്തുവാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. ആ സാഹചര്യത്തോടൊന്നും തന്നെ, ആ സാഹചര്യം സൃഷ്ടിക്കുന്ന കാര്യത്തോടൊന്നും തന്നെ നമ്മളെതിര് പറയുന്നില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ സിംഗപ്പൂരിനെ പോലെയുള്ള നാട്ടിൽ നിങ്ങൾക്ക് തന്നെ അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അവിടെ ലൈംഗികത എന്ന് പറയുന്നത് യഥേഷ്ടം ലഭ്യമാകുന്ന സാധനവുമാണ്. അത് ഓഫീസുകളിലാണെങ്കിലും അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലുമെല്ലാം സ്ത്രീ പുരുഷ ബന്ധത്തിന് ആ രൂപത്തിലുള്ള തടസ്സങ്ങളോ നിയമപരമായ വിലക്കുകളോ ഒന്നുമില്ല. അവൾക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ആ അതിക്രമം തന്നെ അവൾക്ക് ഇഷ്ടമില്ലാതെയാകുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ആ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നമാകും. അതിനാണെങ്കിൽ രേഖകൾ ഉണ്ടാകും. ആ രേഖകൾ ക്യാമറ കണ്ണുകളിൽ നിന്നും മറ്റെല്ലാം പിടിച്ചെടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിയമം നടപ്പാക്കുന്നത് കൊണ്ട്, നിയമം കൃത്യമായി നടപ്പാക്കുന്നത് കൊണ്ട് പെണ്ണിനെതിരെയുള്ള അക്രമങ്ങൾ മാത്രമല്ല ഏത് അതിക്രമങ്ങളെയും ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും. സംശയമൊന്നുമില്ല. ഏത് അതിക്രമങ്ങളെയും, അത് പെണ്ണിനെതിരെയുള്ളതാണെങ്കിലും പുരുഷനെതിരെയുള്ളതാണെങ്കിലും സാമ്പത്തികമായ അതിക്രമങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ സാമൂഹികമായ മറ്റു തിന്മകളാണെങ്കിലും എല്ലാം നന്നായി നിയമം നടപ്പാക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ പെണ്ണിനെതിരെയുള്ള അതിക്രമം എന്ന് പറയുമ്പോൾ പെണ്ണടക്കം പെണ്ണ് എതിർക്കുന്നത് മാത്രമേ പെണ്ണിനെതിരെയുള്ള അതിക്രമമാകൂ എന്നുള്ള അടിത്തറയിലാണ് പലപ്പോഴും നമ്മളെല്ലാം സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പെണ്ണിന്റെ ശരീരവും ശാരീരിക ഘടനയും പുരുഷന്റെ ശരീരവും ശാരീരിക ഘടനയും രണ്ടുപേരുടെയും മാനസിക ഘടനയുമെല്ലാം എടുത്ത് കൃത്യമായി പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് പറയേണ്ടി വരുന്ന ഒരു വസ്തുത, പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും വൈവാഹിക ബന്ധത്തിലൂടെയല്ലാതെ നിയമപരമായ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം നിർവചിച്ചുകൊണ്ടുള്ള ബന്ധത്തിലൂടെയല്ലാതെ നടക്കുന്ന ഏത് ശാരീരിക വീഴ്ചകളും പെണ്ണിനെതിരെയുള്ള അതിക്രമമാണ്. പെണ്ണിന്റെ ശരീരത്തിന്, മനസ്സിന്, അവളുടെ അസ്തിത്വത്തിനെല്ലാം നേരെയുള്ള അതിക്രമമാണ്. അതേസമയം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം വഴി ഒരു ഉത്തരവാദിത്തമില്ല. ജീവശാസ്ത്രപരമായി തന്നെ അവന് യാതൊരു പ്രയാസവും അതുവഴി ഉണ്ടാകണില്ല. പെണ്ണിനതല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ ഇങ്ങനെയെല്ലാം പറയുന്ന നാടുകളിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോഴും അതിക്രമം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പേർഷ്യൻ നാടുകളിൽ നമുക്കറിയാവുന്നതാണ്. ഈ തായ്ലൻഡിനെ പോലെയുള്ള സ്ഥലങ്ങൾ സെക്സ് ടൂറിസത്തിന്റെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ, അവിടെ പെണ്ണിനെതിരെ അതിക്രമം നടക്കണില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നടക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ സെക്സ് വളരെ വ്യാപകമാവുകയും കണ്ണാടി ചില്ലുകളിൽ പെണ്ണുങ്ങളെ പ്രദർശിപ്പിച്ച് അവർക്ക് നമ്പറിട്ട് ആ നമ്പർ എഴുതി കൊടുത്ത് സ്വന്തം സ്വകാര്യതകളിലേക്ക് കൊണ്ടുവന്ന് അതിന് പേയ്മെന്റ് നടത്തി, ഇതെല്ലാം യഥാർത്ഥത്തിൽ പെണ്ണിഷ്ടപ്പെട്ടിട്ടാണ് എന്ന് നമ്മൾ പറയുന്നു, വിചാരിക്കുന്നു. അങ്ങനെ ലോകം നമുക്ക് പറയിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തരുന്നു. ഈ ഇഷ്ടപ്പെടുത്തൽ പ്രക്രിയക്ക് പെണ്ണിനെതിരെ നടക്കുന്ന വലിയ ക്രൂരതയും പീഡനവും പലപ്പോഴും നമ്മൾ കാണാതെ പോവുകയും ചെയ്യുന്നു. ഇതാണ് സിംഗപ്പൂരിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലുമെല്ലാം പെണ്ണുടലിന്റെ വിപണി നടക്കുന്ന സ്ഥലങ്ങളിൽ കാണുന്നത്. എന്നാൽ ഇബ്രാഹിം സാഹിബ് നിരീക്ഷിച്ചതുപോലെ തന്നെ നിയമം കർക്കശമായി നടപ്പാക്കുകയും ഇസ്ലാമികമായ നിയമം നാം പിന്തുടരുകയും ചെയ്താൽ, അഥവാ കണ്ണ് താഴ്ത്തുക എന്ന നിയമം പിന്തുടരുകയും ചെയ്താൽ തീർച്ചയായും ഒരു നല്ലൊരു പരിധിവരെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് അറുതിയുണ്ടാക്കാൻ കഴിയും.
എന്നുള്ള വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് മാത്രം പോരാ എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. എൻ്റെ സംശയം വിഷയാധിഷ്ഠിതമല്ല, എന്നിരുന്നാലും എൻ്റെ സംശയം ദൂരീകരിച്ചു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, കമ്പ്യൂട്ടർ എന്ന് കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് എന്ന, തൊണ്ടക്ക് കുറച്ച് പ്രശ്നമുണ്ട്, ചാൾസ് ബാബേജ് എന്ന ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ബയാർഡ് എന്ന ക്രൈസ്തവനായ ശാസ്ത്രജ്ഞനാണ്. നേഗൽ എംബസ്റ്റ് എന്ന ശാസ്ത്രജ്ഞൻ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, ഭൂമിയുടെ നാശം ഭ്രമണപഥത്തിൽ നിന്ന് തെറ്റലാണെന്ന്. അതുപോലെ തന്നെ അടുത്തിടെ വേറൊരു ശാസ്ത്ര സിദ്ധാന്തം 10 പ്രകാശവർഷങ്ങൾക്കിടയിൽ ഒരു സൂപ്പർനോവ ഭൂമിയെ തകർക്കുമെന്നാണ്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ യാസീൻ എന്ന സൂറത്തിൽ പറയുന്നു, വൽഖബറ ഖദർനാഹു മനാസില ലശംസു യൻബഗില. ആ ഒരു ആയത്ത് ഞാൻ പറഞ്ഞത് ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിലുള്ള കാര്യങ്ങളാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമുദായത്തിന് മാത്രം ഈ ശാസ്ത്ര മേഖല മൊത്തം കൈയടക്കി വെച്ച് കൊണ്ടിരിക്കുന്നത് ഒന്നോടെ ജൂത ശാസ്ത്രജ്ഞന്മാരാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ ശാസ്ത്രജ്ഞന്മാരാണ്. എന്തുകൊണ്ട് ഈ സമുദായത്തിന് ശാസ്ത്ര ലോകത്ത് ഒരുവൻ സംഭാവന കൊടുക്കുവാൻ ഈ ഖുർആനിനെ ആസ്പദമാക്കി സാധിച്ചില്ല എന്നാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകത്ത് സംഭാവനകൾ അർപ്പിക്കുവാൻ ഈ സമുദായത്തിന് കഴിയാതിരുന്നത് എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഇവിടെ ശാസ്ത്രം എന്താണ് എന്നും ശാസ്ത്രലോകത്തെ സംഭാവനകൾ എന്താണ് എന്നും ഇന്ന് നടക്കുന്ന സംഭാവനകളുടെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നുമെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമതായി എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ധാരണ ചെറുതായി ഒന്ന് തിരുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരുപാട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ നാശത്തെക്കുറിച്ചുമെല്ലാമുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പരാമർശങ്ങളുടെ സത്യത ഇന്ന് ശാസ്ത്രലോകം ഒരു പരിധിവരെ അംഗീകരിക്കുന്നുമുണ്ട്. അതിനർത്ഥം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ ഖുർആൻ എല്ലാ സയൻസും ലോകത്തോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിന് പറയാനുള്ളത് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഈ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള, ശാസ്ത്രത്തിന്റെ അന്വേഷണത്തിനപ്പുറത്തുള്ള ലോകത്തെയും പ്രപഞ്ചാതീതമായ, പ്രകൃതി അതീതമായ പ്രതിഭാസങ്ങളെയും എല്ലാം കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിന് അടിസ്ഥാനപരമായി പറയാനുള്ളത്. എന്നാൽ ഖുർആനിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചെല്ലാം നടത്തുന്ന പരാമർശങ്ങൾ 100% സത്യസന്ധമാണ് എന്ന് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നു എന്നുള്ളിടത്താണ് എൻ്റെ സുഹൃത്ത് ഉദ്ധരിച്ച പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ വചനമാണെങ്കിലും അതല്ലാത്തൊരു നിരവധി വചനങ്ങളാണെങ്കിലും എല്ലാം വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ഒരു സമൂഹത്തിൽ ശാസ്ത്രജ്ഞന്മാർ വേണ്ടത്രയുണ്ടാകുന്നില്ല? യഥാർത്ഥത്തിൽ നിങ്ങൾ ഏത് ലോകത്തെ ശാസ്ത്രശാഖകളും എടുത്ത് പരിശോധിക്കുക, ഈ ശാസ്ത്രശാഖകളെല്ലാം, ആ ശാഖകളെല്ലാം അതിയുടെ ആദിമ കാലഘട്ടത്തിൽ ആരാണ് വളർത്തിക്കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് ശാസ്ത്ര ചരിത്രം അറിയുന്ന എല്ലാവർക്കുമുള്ള ഉത്തരം അത് മുസ്ലിങ്ങളായിരുന്നു എന്നാണ്. മുസ്ലിങ്ങളായിരുന്നു എന്നാണ്. ഏത് ശാസ്ത്ര ശാഖയെടുത്താലും, കെമിസ്ട്രി അൽഖമിയിൽ നിന്നാണ്. അൽഖമി എന്ന് പറയുന്ന രാസവസ്തുക്കളെ കുറിച്ചുള്ള പഠനം, ആ രാസവസ്തുക്കളെ കുറിച്ചുള്ള പഠനം അറബ് ലോകത്താണ് ഉണ്ടായത്. ആ അറബ് ലോകത്ത് നിന്ന് അൽഖമി എന്ന അലിഫ്ലാമയും വെച്ചുകൊണ്ടുള്ള പദമാണ് പിന്നീട് കെമിസ്ട്രിയായി മാറുന്നത്. അതേപോലെ മൂസൽ ഖവാരിസ്മി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ട്രിഗ്നോമെട്രി തുടങ്ങുന്നത്. അതേപോലെ തന്നെ റാസിയാണ് ആകാശഗോളങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തത്.
നമ്മുടെ ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങളുടെ പിതാവായി അറിയപ്പെടുന്നത് പോലും ഇബ്നു സീനയെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. ഇബ്നു റുഷ്ദിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ പ്രാപഞ്ചിക പഠന രംഗത്തെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തവരാണ്. ഇവരെല്ലാം എന്തുകൊണ്ട് ശാസ്ത്രലോകത്ത് പ്രവർത്തിച്ചു? അവർ ശാസ്ത്രലോകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ശാസ്ത്രം പണം നേടിത്തരുന്ന ഒരു ഏർപ്പാടായിരുന്നില്ല. അവർ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഈ ആകാശഭൂമികളുടെ ചലനത്തിലും രാപ്പകലുകളുടെ മാറി മാറിയുള്ള ആഗമനത്തിനുമെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ അവർ മനസ്സിലാക്കി രാപ്പകലുകളെ കുറിച്ച് പഠിക്കേണ്ടത്, ആകാശഭൂമികളെ കുറിച്ച് പഠിക്കേണ്ടത്, തൻ്റെ ചുറ്റുപാടുമുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ് എന്ന്. അതനുസരിച്ച് അവർ ഓരോരുത്തരും പഠിച്ചു. അന്ന് യൂറോപ്പ് ഇരുട്ടിലാണ്, ക്രൈസ്തവ ലോകം ഇരുട്ടിലാണ്. അന്ന് അവരാണ് ഈ ശാസ്ത്രശാഖകൾ മുഴുവനും വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ശാസ്ത്രം പണം നേടിക്കൊടുക്കുന്ന, പ്രശസ്തി നേടിക്കൊടുക്കുന്ന സാധനങ്ങളായി മാറി. ആ പ്രശസ്തിയും പണവും നേടിക്കൊടുക്കുന്ന സംഭവങ്ങളായി സയൻസും ടെക്നോളജിയും മാറുകയും അതിന് വേണ്ടി തന്നെ ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്തപ്പോൾ എല്ലാ രംഗത്തെയും കച്ചവടക്കാർ അവിടെയും വളർന്നു വന്നു എന്നുള്ളതാണ് വാസ്തവം. അതാണ് യൂറോപ്പ് കുരിശു യുദ്ധങ്ങൾക്ക് ശേഷം ഈ ആധുനിക കാലഘട്ടത്തിൽ യൂറോപ്പിന്റെ ശാസ്ത്രരംഗത്തുള്ള കുതിച്ചു ഉയരൽ കാണുന്നത് നമ്മൾ അവിടെയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് ഉള്ള ജനസംഖ്യയുടെ 5% മാത്രം വരുന്ന ഒരു പ്രദേശത്താണ് ലോകത്തെ സാധനങ്ങളുടെ 75% ഉപഭോഗിക്കപ്പെടുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിൽ ലോകത്തെ ഉപഭോഗിക്കപ്പെടുന്ന വസ്തുക്കളിൽ 75%വും 5% ജനങ്ങളാണ് ഉപഭോഗിക്കുന്നത് എന്നർത്ഥം. ഇത് ഞാൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ ഒരവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ ശാസ്ത്രം വഴി, ടെക്നോളജി വഴി ഉണ്ടാകുന്ന ഫലങ്ങൾ നല്ലൊരു ശതമാനം ഉപയോഗിക്കുന്നത് ഒന്നാം ലോക രാജ്യത്തെ ആളുകളാണ്. ആ ഫലം ഉണ്ടാക്കുന്ന രൂപത്തിൽ ആളുകൾക്ക് ഇന്ന് സൗകര്യങ്ങൾ നൽകുകയും അതിനുള്ള റിസർച്ചും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കുകയും അതിൻ്റെ ഗുണഫലം അവർ ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അഥവാ ഒരു കച്ചവടത്തിൻ്റെ തലത്തിലേക്ക് ശാസ്ത്രം വന്നപ്പോൾ അത് ഉപകാരപ്പെടുന്ന സമ്പത്തിന്, യശസ്സിന് എല്ലാം കാരണമാകുന്ന അവസ്ഥ വരികയും ചെയ്തപ്പോൾ ആ രംഗത്തെ മത്സരത്തിൽ സ്വാഭാവികമായും മുസ്ലിങ്ങൾ പിന്തള്ളപ്പെടുകയും യൂറോപ്യന്മാർ മുന്നിലോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും സത്തയിലേക്ക് മുസ്ലിം ലോകം തിരിച്ചു പോവുകയും ഖുർആനും സുന്നത്തും യഥാരൂപത്തിൽ പിന്തുടരാൻ സന്നദ്ധമാവുകയും അത് പറഞ്ഞ രൂപത്തിൽ ഉള്ള ഗവേഷണ, നിരീക്ഷണ പഠനങ്ങൾക്ക് സന്നദ്ധമാവുകയും ചെയ്താൽ സ്വാഭാവികമായും ശാസ്ത്രരംഗത്താണെങ്കിലും മറ്റേത് ഭൗതിക രംഗങ്ങളിലാണെങ്കിലുമെല്ലാം മുസ്ലിങ്ങൾക്ക് ഉയർന്നു പോകാൻ കഴിയും. ഖുർആനിന്റെ അനുയായികളാവുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അനുയായികളാവുകയാണ് അതിനാവശ്യം. അതാണ് അത് ഖുർആനും സുന്നത്തും കൈവിട്ടപ്പോഴാണ് മുസ്ലിം ലോകത്തിന് ഏത് രംഗത്തും പിന്നോക്കാവസ്ഥയുണ്ടായതുപോലെ ഈ രംഗത്തും പിന്നോക്കാവസ്ഥയുണ്ടായത് എന്നർത്ഥം. എൻ്റെ പേര് സുലൈമാൻ, പൂനാശിയിലാണ് വീണ്. സ്ത്രീ സുരക്ഷ എന്നതിനെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഏറ്റവും വലിയ വില്ലനായിട്ട് നിൽക്കുന്നത് മദ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം, കാഴ്ചപ്പാട്. പക്ഷെ അവിടെ സമൂഹത്തിലുള്ള ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇതിനെതിരായിട്ടൊന്നും ശബ്ദിച്ച് ഞാൻ കേൾക്കുന്നില്ല കാര്യമായിട്ട്. പക്ഷേ ഇതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഒരു അരാജകത്വമായി തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, മറ്റേ ഡൽഹിയിലുണ്ടായ ഇപ്പൊ സംഭവവികാസമാണ് ഈ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഭയങ്കര ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം. പക്ഷേ 2001-ലാണോ 2002-ലാണോ എന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഗുജറാത്തിന് ഭയങ്കര രൂക്ഷമായിട്ടൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ഒരു ശ്രമം നടന്നപ്പോൾ വീട്ടിലിരുന്ന സ്ത്രീകളുടെ അടുത്ത് അക്രമി സംഘം ചെന്ന് ഗർഭിണിയായ സ്ത്രീകളുടെ വയറ് കുത്തിപ്പിടിച്ച് ത്രിശൂലം കൊണ്ട് കുത്തിയെടുത്ത് അവരെ മറ്റേ ചുട്ട്
ഈ ആസ്വദിക്കുന്ന ഒരു രേഖ ഉണ്ടായി. പക്ഷെ അത് സ്ത്രീകൾ തന്നെയാണ്, സ്ത്രീകളുടെ ഒരു മാനം തന്നെയാണ് അവിടെ കാണുന്നത്. പക്ഷെ അന്ന് ഇത്രയും വലിയ ഒരു രൂക്ഷമായിട്ടുള്ള സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ആരും ശബ്ദിച്ചതായിട്ട് എനിക്ക് കണ്ടില്ല. അവിടെ അനുഭവിച്ച സ്ത്രീ തന്നെ, പക്ഷെ അതൊരു ആസ്വാദനമായിരുന്നു ഇവിടെ സംഭവിച്ചത്. കാരണം സ്ത്രീയെ ഇത്രമാത്രം ക്രൂരമായി കൊല്ലുന്നതിന് ആസ്വദിക്കുന്ന ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരുഷൻ കാലത്ത് മുതലേ ഒരു 3-4 ആളുകൾ മറ്റേ ഈ ബസ്സിലുണ്ടായിരുന്നു. അവർ മദ്യപിച്ച് ഉന്മത്തരായി ഇങ്ങനെ ഒരു ഇരയെ തേടി നടക്കുമ്പോൾ ഇര അങ്ങോട്ട് ചെന്നുപെടാ ചെയ്തത്. അങ്ങനെയുള്ള ഒരു രണ്ട് സംഭവവികാസം എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി കൃത്യമായിട്ടൊന്ന് വിവരിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഒന്നാമത്തേത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വില്ലന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്യമാണ് എന്ന നിരീക്ഷണം. തീർച്ചയായും മദ്യം വില്ലന്മാരിൽ ഒന്നാണ്. പറഞ്ഞതുപോലെ തന്നെ മദ്യപാനികൾ തീർച്ചയായും സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. അത് അന്യ സ്ത്രീകളെ മാത്രമല്ല, അവനാന്റെ സ്ത്രീകളെ തന്നെ പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് മദ്യപാനികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് എല്ലാം തന്നെ മദ്യത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ലഹരി കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അത് മാത്രമാണ് പ്രശ്നമെന്ന് നമ്മൾ കരുതിക്കൂടാ. മദ്യപിച്ചിട്ടില്ലെങ്കിലും എല്ലാം തന്നെ പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കും. അത് നടക്കുന്നത് ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നം എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്, ഗുജറാത്തിൽ നടന്ന വംശീയ കലാപത്തിൽ പെണ്ണുങ്ങൾക്കെതിരെ സ്ത്രീകളുടെ ഗർഭാശയം കുത്തി തുറന്ന് അതിൽ ഉള്ള കുഞ്ഞുങ്ങളെ പുറത്ത് ചാടിച്ച് അതിനെ ചുട്ടുകരിച്ച് ആസ്വദിച്ച വർഗീയ ഭ്രാന്തന്മാർ. അത് ഡൽഹി സംഭവം വന്നപ്പോഴേക്ക് വലിയ ഇഷ്യൂ ആയി. അന്ന് ആരും കണ്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അന്ന് മാത്രമല്ല, ഡൽഹി സംഭവം ഇഷ്യൂ ആയത് അത് വേറെ ഒരു രാഷ്ട്രീയമാണ്. ഡൽഹി സംഭവം മാത്രമല്ല, അതിനുശേഷവും അതിനു മുമ്പ് ഇഷ്ടംപോലെ ഇതിനേക്കാളും ക്രൂരമായ പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ ദിവസവുമാണ് ഞാൻ പറഞ്ഞത്, ഓരോ 2 ഇന്ത്യയിൽ പെണ്ണിനെതിരെയുള്ള ഒരു അതിക്രമം വീതം നടക്കുന്നുണ്ട്. അത് പീഡനങ്ങൾ മാത്രമല്ല, സ്ത്രീധനത്തിന്റെ അക്രമങ്ങൾ, അതല്ലാത്ത രൂപത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ മദ്യപാന്മാരിന് നടത്തുന്ന സ്വന്തം ഭാര്യമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ഇങ്ങനെയെല്ലാം പെണ്ണിനെതിരെ ഇന്ത്യ രാജ്യത്ത് ഓരോ 2 മിനിറ്റിലും ഓരോ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ അതിക്രമങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്ത് ഈ ഡൽഹി സംഭവം വലിയ വാർത്തയായി. ആ വാർത്തയ്ക്ക് ശേഷമുള്ള കുറെ ചർച്ചകൾ ഉണ്ടായി. ആ ചർച്ചകൾക്ക് ശേഷമുള്ള ഒരു പ്രോഡക്റ്റ് എന്നുള്ള നിലക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നിടത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ പ്രോഡക്റ്റ് എന്താ? ചർച്ചകളിൽ അവസാനം കടന്നു വന്നത് എന്താണ്? ചർച്ചകളിൽ കടന്നു വന്നത് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവനുമുള്ള കാരണം ഒന്ന്, ലൈംഗികതയെ ഉദാരവൽക്കരിക്കാത്തതാണ്. പുരുഷനും സ്ത്രീയും അവളുടെ വിവാഹത്തിലൂടെ മാത്രമേ ബന്ധപ്പെടാൻ പാടുള്ളൂ എന്നുള്ള പ്രാകൃതമായ നിയമം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ലൈംഗികമായ ഈ ഒരു തരത്തിലുള്ള ദാഹം നിലനിൽക്കുകയും അത് പൂർണ്ണമായി സമ്പൂർത്തീകരിക്കുവാനുള്ള അവസ്ഥയില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നു. ലൈംഗികമായ ഉദാരീകരണമാണ് അതിന് വേണ്ടത്. വിവാഹത്തിലൂടെയുള്ള സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്നത് ഒരു കുടുംബത്തിന് ആവശ്യമാണ്, മക്കളുടെ മേൽവിലാസത്തിന് ആവശ്യമാണ്. എന്നാൽ അയാൾക്ക് ലൈംഗികമായ സമ്പൂർത്തീകരണത്തിന് മറ്റവസരങ്ങളും ഉണ്ടാകണം, ആ രൂപത്തിലുള്ള സാമൂഹ്യ സംവിധാനം ഉണ്ടാകണം എന്നിടത്തേക്കാണ് ചർച്ച ഒന്ന് പോകുന്നത്. രണ്ടാമത്തേത് പോകുന്നത് ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നിടത്താണ്. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈംഗിക വിദ്യാഭ്യാസം സെക്കുലർ സ്കൂളുകളിൽ യുനെസ്കോയുടെ പ്രത്യേകമായ നിർദ്ദേശം വഴി നടത്താൻ ഉദ്ദേശിക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസം പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കലാണ്. എന്ത്? സുരക്ഷിത രതിയെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കലാണ്. നിങ്ങൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ശാരീരികമായ തൃഷ്ണകൾ ഉണ്ടാകും. ആ തൃഷ്ണകൾ ഉള്ളതിന് ശേഷവും നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് കാലം നിങ്ങളുടെ പഠനകാലം നീണ്ടു നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുരുഷന്മാരോട് ഇഷ്ടം തോന്നും, ലൈംഗിക വികാരം തോന്നും, തൃഷ്ണ തോന്നും. ആ തൃഷ്ണ തോന്നുന്ന സന്ദർഭത്തിൽ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പക്ഷേ നിങ്ങൾ ശരീരത്തെ സുരക്ഷിതമാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ആ സുരക്ഷിതത്വം ഉറകളിലൂടെയാണെങ്കിലും മറ്റു മാർഗങ്ങളിലൂടെയാണെങ്കിലുമെല്ലാം ഗർഭിണിയാകാതെയും ലൈംഗിക രോഗങ്ങൾ വരാതിരിക്കുകയും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നതിന്റെ പേരാണ് യുനെസ്കോയുടെ കീഴിൽ നടക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസം. രണ്ടാമതായി
പറഞ്ഞത് അവിടേക്കാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസമാണ് 1980കളിൽ തായ്ലൻഡിൽ നടപ്പാക്കിയത്. അതിന്റെ ഫലം എന്താണ്? ഇന്ന് തായ്ലൻഡിൽ പോയി നോക്കിയാൽ അറിയാം. സ്കൂളുകളിൽ പോലും, സ്കൂളുകൾ വിടുന്ന സമയത്ത് പോലും അവിടെ പോയിരുന്ന് പെൺകുട്ടികളെ കിടപ്പറകളിലേക്ക് ക്ഷണിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവിടുത്തെ സമൂഹത്തിന്റെ മനസ്സ് ആ രൂപത്തിലാക്കി മാറ്റി എന്നുള്ളതാണ് യുനെസ്കോ ചെയ്ത കാര്യം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ലൈംഗിക വിദ്യാഭ്യാസം ഇന്ത്യയിലും നടപ്പാക്കാൻ ചിലരുദ്ദേശിക്കുന്നു. ഈ വാർത്തകളെ പ്രത്യേകമായി എടുക്കുകയും അത് നമ്മുടെ മനസ്സിൽ പ്രത്യേക ചർച്ചകളിലേക്ക് കൊണ്ടുപോവുകയും ബുദ്ധിജീവി സമൂഹത്തിൽ ഈ രൂപത്തിലുള്ള മാനസികമായ തലങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഗുജറാത്തിലെ സംഭവമാണെങ്കിലും അതിനുശേഷമുള്ള പെണ്ണുങ്ങൾക്കെതിരെയുള്ള സംഭവങ്ങളാണെങ്കിലും ദിവസേന നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണെങ്കിലും എല്ലാം എല്ലാ സമയത്തും ഇങ്ങനെ കാണിച്ചാൽ അതിലൊരു പ്രാധാന്യം ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെ ഡൽഹി സംഭവത്തെ പ്രത്യേകമായി എടുക്കുകയും അതിന് പബ്ലിസൈസ് ചെയ്യുകയും അതിന്റെ പേരിൽ ചർച്ചകൾ ഉണ്ടാവുകയും അതിന്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാവുകയും അതിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാവുകയും അവസാനം ചർച്ചകൾ നടന്ന് ബുദ്ധിജീവി സമൂഹം 2 തീരുമാനത്തിലെത്തുകയും ചെയ്തു. ഒന്ന് ലൈംഗിക ഉദാരീകരണം, മറ്റൊന്ന് ലൈംഗിക വിദ്യാഭ്യാസം. രണ്ടും എന്തിനാ? മുതലാളിത്ത ലോകത്തെ ആളുകൾക്ക്, സാമ്രാജ്യത്വ ലോകത്തെ ആളുകൾക്ക് നമ്മുടെ പെൺകുട്ടികളെ ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരുക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള സമർത്ഥമായ കെണികളാണ് ഇവിടെ ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷമീർ, പള്ളിക്കര സ്വദേശിയാണ്. എനിക്കൊരു ഉദാഹരണത്തിലൂടെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരു പട്ടിയെ ആക്രമിക്കുകയാണെങ്കിൽ ആ പട്ടിയെയാണ് നമ്മൾ കെട്ടിയിടുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു പുരുഷൻ ആക്രമിക്കുകയാണെങ്കിൽ ആ പുരുഷനെ നിയന്ത്രിക്കുകയാണ് അതിന് ചെയ്യേണ്ട പോംവഴി. അല്ലാതെ സ്ത്രീകളെ വസ്ത്രധാരണം മര്യാദക്കാക്കിയത് കൊണ്ട് മാത്രം പരിഹാരമാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. പട്ടി കടിക്കുകയാണെങ്കിൽ പട്ടിനെ കെട്ടിയിടണം, പട്ടി കടിക്കുകയാണെങ്കിൽ പട്ടിനെ കെട്ടിയിടണം. അതേപോലെ പുരുഷൻ അക്രമിയാവുകയാണെങ്കിൽ പുരുഷനെ കെട്ടിയിടുകയാണ് വേണ്ടത്. അയാൾക്ക് നിയമം ഉണ്ടാവുകയാണ് വേണ്ടത്. അതല്ലാതെ പെണ്ണിന്റെ വസ്ത്രധാരണം കൊണ്ട് മാത്രം കാര്യമുണ്ടോന്ന്. പെണ്ണിന്റെ വസ്ത്രധാരണം കൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇത് ഈ നിരന്തരമായി നമ്മൾ മീഡിയകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. പട്ടിയെ പേപ്പട്ടികൾ നാട്ടിലുണ്ട്, അതിനെ പിടിക്കണം, അതിനെ കെട്ടിയിടണം. പക്ഷേ പേപ്പട്ടികളെ കെട്ടിയിട്ടതിന് ശേഷം മാത്രമേ ഞാൻ സുരക്ഷിതനാകൂ എന്ന് വിചാരിച്ചിട്ട് റോട്ടുമൽ പട്ടികൾ അലഞ്ഞു തിരിയുന്നുണ്ട് എന്നുള്ള വസ്തുത അറിഞ്ഞതിന് ശേഷവും മുറ്റത്ത് സുഖമായി കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ, കാലും കയ്യും നീട്ടി കിടന്നുറങ്ങുന്ന മനുഷ്യൻ, അയാൾക്ക് റാബീസ് വന്നതിന് ശേഷം പട്ടി കടിച്ചിട്ട് റാബീസ് വന്നിട്ട് ഇങ്ങനെ വറക്കുമ്പോൾ അയാൾക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകില്ല. അയാൾ സ്വയം സംരക്ഷിക്കണ്ടേ? കള്ളന്മാരെ പിടിക്കല്ലേ വേണ്ടത്, കള്ളന്മാരെ നിയന്ത്രിക്കല്ലേ വേണ്ടത്, കള്ളന്മാർക്കെതിരെയുള്ള നിയമമല്ല ഉണ്ടാകേണ്ടത്. കള്ളന്മാരെ പിടിക്കാത്ത പോലീസിനെതിരെ നമുക്ക് സംസാരിക്കാം. പക്ഷേ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ നമ്മുടെ സമ്പാദ്യം ഒന്നും ശരിക്ക് അലമാരയിലിട്ട് പൂട്ടാതെ തുറന്നു വെക്കുന്നു. എന്നിട്ട് പറയാണ് ഇത് ഞാൻ തുറന്നു വെക്കും. എന്താ? കള്ളന്മാരെ ശരിക്കും നോക്കണ്ടേ? പോലീസിന്റെ ഉത്തരവാദിത്തല്ലേ? അവര് ശരിക്കും നോക്കണ്ടേ? അവരിലെ പിടിക്കേണ്ടത്, അവരിലെ കെട്ടിയിടേണ്ടത്, അവർക്കെതിരെയല്ല നിയമം വേണ്ടത്. എല്ലാം ശരിയാ. പക്ഷെ നമ്മളെ മുതൽ പോയാൽ പോയത് തന്നെ, വേറെ രക്ഷയുണ്ടാവില്ല. ഇതേപോലെ സ്ത്രീകൾക്കെതിരെ ആക്രമിക്കുന്ന പുരുഷന്മാർക്കെതിരെ നിയമം വേണം, നടപടി വേണം. പക്ഷേ ഈ ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് ആർക്കാണോ പ്രയാസം? സ്ത്രീക്കാണ്. ആ പ്രയാസമുള്ളയാൾ അതിനുള്ള പ്രതിരോധം കരുതി വെക്കുക തന്നെ വേണം. ആ പ്രതിരോധമാണ് അവളുടെ വസ്ത്രം. ആ പ്രതിരോധം കരുതി വെക്കാതെ, അതിന് പ്രതിരോധിക്കാൻ തയ്യാറാകാതെ എൻ്റെ ശരീരം വേണമെങ്കിൽ ഉപയോഗിച്ചോ എന്ന രൂപത്തിൽ തുറന്നിടുകയും, എന്നാൽ അക്രമം നടക്കുമ്പോൾ മാത്രം അതിനെതിരെ പുരുഷനെ പിടിച്ചു വെട്ടണ്ടേ എന്ന് പറയുകയും ചെയ്യുന്നത് ഒരു തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വാദമാണ്. തീർച്ചയായും ഏത് രംഗത്താണെങ്കിലും എത്ര പ്രലോഭിപ്പിക്കപ്പെട്ടാലും പുരുഷൻ ആക്രമിക്കാൻ പാടില്ല. ആക്രമിക്കുന്ന പുരുഷനെതിരെ ശക്തമായ നിയമം വേണം. പക്ഷേ പ്രലോഭിപ്പിക്കുന്ന വസ്ത്രം ധരിക്കുന്ന സ്ത്രീയും ഈ ആക്രമിക്കുന്ന പുരുഷന്റെ അക്രമത്തിന് കാരണമാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും മീഡിയകളിൽ എൻ്റെ സുഹൃത്ത് ഉദ്ധരിച്ചതുപോലെയുള്ള ഉദാഹരണങ്ങൾ കടന്നു വരുന്നത്. റാബീസ് പേടിക്കണുണ്ടെങ്കിൽ
റാബീസ് പേടിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് പേ പിടിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പട്ടിയൊന്നും ഇല്ലാത്തടത്ത് കിടന്നുറങ്ങണം. പട്ടി കിടന്ന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പട്ടി വരുന്ന സമയത്ത് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ ഓടി രക്ഷപ്പെടണം. ഇതൊന്നും ചെയ്യാതെ ആ പട്ടിനെ പിടിക്കാതെ പോലീസിന്റെ ഉത്തരവാദിത്തല്ലേ, അത് പിടിക്കാത്തവര് അതല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് പട്ടി കടന്നു വരുമ്പോഴും നമ്മളിങ്ങനെ മേപ്പോട്ട് നോക്കി നിന്നാൽ പട്ടി കടിക്കും, പട്ടി പോകും, റാബിസ് നമുക്കാ പിടിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ആ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ പട്ടിക്കെതിരെയുള്ള നടപടി ഉണ്ടാവുകയും ചെയ്യണം എന്നാണ് നമുക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കേണ്ടത്. എൻ്റെ പേര് ഷിഹാബ്. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മീഡിയ വഴിയാണെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള മീഡിയകൾക്ക് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നമ്മളുടെ ഇതിൽപ്പെട്ട ആളുകൾ തന്നെ ചെന്ന് ചെയ്യുന്നത്, അതിൻ്റെ വിധി എന്താണ്? മീഡിയയാണ് പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾക്ക് കാരണങ്ങളിലൊന്നെന്ന് പറഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനത്തിനും ചടങ്ങിനെല്ലാം സംബന്ധിക്കുന്നതിൻ്റെ വിധി എന്താണെന്നാണ് ചോദ്യം. വിധി പറയൽ എൻ്റെ പണിയല്ല, അത് പണ്ഡിതന്മാർ ചെയ്യേണ്ടതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു മീഡിയ എന്നുള്ള അർത്ഥത്തിലോ മീഡിയയെ മൊത്തത്തിലുള്ള അർത്ഥത്തിലോ അല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ ക്രക്സ് നിങ്ങൾ മനസ്സിലാക്കണം. എന്താന്ന് വെച്ചാൽ, പൊതുവെ നമ്മുടെ സംസ്കാരം, ആ സംസ്കാരം മൊത്തത്തിൽ പെണ്ണിൻ്റെ ശരീര പ്രദർശനം എന്നത് ഒരു സംസ്കാരമായി മാറിയിരിക്കുന്നു. ആ സംസ്കാരമായി മാറുമ്പോൾ അതിന് ആ സംസ്കാരത്തെ പ്രതിരോധിക്കുക എന്നത് വിശ്വാസം വഴി, വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കർമ്മങ്ങൾ വഴി നമ്മൾ ചെയ്യേണ്ടതാണ്. ആ കർമ്മങ്ങൾ വഴി ചെയ്യുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഏതെങ്കിലും ഒരു മീഡിയ ആരംഭിക്കുമ്പോൾ, ഒരു പത്രം ആരംഭിക്കുമ്പോൾ, ആ പത്രത്തിൽ ഞാൻ പൂർണ്ണമായും പെണ്ണിന്റെ പരസ്യമായിരിക്കും, പെണ്ണിന്റെ അർദ്ധനഗ്നത പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ അർദ്ധനഗ്നത ഞാൻ പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ തീർച്ചയായും നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. എന്നാൽ ഒരു പൊതുപത്രം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ആ പത്രത്തിൻ്റെതായ ഒരു ധർമ്മം, അതിൽ ഇത് പ്രസിദ്ധീകരിക്കലോ ഇത് കാണിക്കലോ ഒന്നും അതിൻ്റെ ഒരു ധർമ്മമല്ല. മറിച്ച് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് വാർത്തകൾ പ്രസിദ്ധീകരിക്കലാണ്, വാർത്തകൾ പറഞ്ഞു കൊടുക്കലാണ്. ആ ധർമ്മം അത് നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ അത് നിർവഹിക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം നിൽക്കുന്നതോ അതിനെ സഹായിക്കുന്നതോ സഹകരിക്കുന്നതോ കുറ്റകരമാണെന്ന് പറയാൻ പറ്റൂല. ഇന്ന് മീഡിയകൾ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ മീഡിയകളുടെ നന്മകൾ ഉപയോഗപ്പെടുത്തുകയും തിന്മകളെ എതിർക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുകയുമാണ് വേണ്ടത്. ഈ മീഡിയകളിൽ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മളെല്ലാം തന്നെ ഇതേ രൂപത്തിലുള്ള മീഡിയക്കെതിരിൽ വരെയുള്ള പ്രഭാഷണങ്ങളും പരിപാടികളും കൊടുക്കാറുണ്ട്. അതിൽ തന്നെ ചിലപ്പോൾ തിന്മകൾ ഉണ്ടാകും. പക്ഷേ ആ തിന്മകളോടൊപ്പം തന്നെ നമ്മൾ ഈ ആദർശ പ്രബോധനത്തിന്, സത്യത്തെ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ മീഡിയയും ഉപയോഗപ്പെടുത്താറുണ്ട്. ആ രൂപത്തിൽ നന്മയുടെ മീഡിയകൾ ഉണ്ടായി വരട്ടെ എന്നാണ് നമുക്കെല്ലാം ആശംസിക്കാനുള്ളത്. ആ നന്മകളുടെ ആരെങ്കിലും മീഡിയ ആരംഭിക്കുകയാണെങ്കിൽ അവരോട് നമുക്ക് ആശംസിക്കുവാനുള്ളത്, ആ മീഡിയ നന്മകളുടെ മീഡിയയാക്കാൻ, തിന്മകളുടെ മീഡിയ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ്. ആ രൂപത്തിൽ ആശംസിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിധികൾ പറയേണ്ടത് പണ്ഡിതന്മാരാണ്. തീർച്ചയായും വളരെ അടിസ്ഥാനപരമായി ഇവിടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നത്, സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി, സ്ത്രീയുടെയും പുരുഷന്റെയും സുരക്ഷ എന്നത് അടിസ്ഥാനപരമായി ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യുന്നത് വഴിയാണ് ഉണ്ടാവുക. പടച്ചവന്റെ മാർഗനിർദ്ദേശങ്ങളാണ് ലോകത്തിന്റെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കുവാനുള്ളത്. പടച്ചവന്റെ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ആ മാർഗനിർദ്ദേശങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് നമുക്കെല്ലാം നിർവഹിക്കുവാനുള്ളത്. ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള ഒരു വിനീതമായ സംരംഭമാണ്, പ്രോഗ്രാമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ പ്രോഗ്രാമിന് അവസാനം കുറിക്കപ്പെടുമ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഈ മാസം 8, 9, 10 തീയതികളിൽ കോഴിക്കോട് JDT ഇസ്ലാമിൽ വെച്ച് നടക്കുന്ന പ്രോഫ്കോണിൽ, പ്രൊഫഷണൽ സ്റ്റുഡൻസ് മീറ്റിൽ നിങ്ങളുടെ എല്ലാ മക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും പെൺകുട്ടികളെയുമെല്ലാം പങ്കെടുപ്പിക്കുകയും അത് വഴി അവരുടെ ജീവിതത്തിലെ വഴിത്തിരിവാക്കി തീർക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ്. സർവശക്തനായ തമ്പുരാൻ ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തെ സൃഷ്ടിക്കുവാനും ആ സമൂഹത്തിലെ നന്മകളിലൂടെ നടന്നു പോകുവാൻ മാർഗദർശികളായി ഭവിക്കുവാനുമെല്ലാം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.